നമസ്കാരം. വളരെയധികം വിശേഷണങ്ങൾ നിറഞ്ഞ മഹനീയ വ്യക്തിത്വമാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. തലശ്ശേരി അതിരൂപതയുടെ നിയുക്ത ആർച്ച് ബിഷപ്പ്, ആഗോള സഭയിൽ തന്നെ അറിയപ്പെടുന്ന ദൈവശാസ്ത്രജ്ഞൻ, ബൈബിൾ പണ്ഡിതൻ, അതോടൊപ്പം തന്നെ KCBC മീഡിയ കമ്മീഷൻ സെക്രട്ടറി, സീറോ മലബാർ സിനഡ് കമ്മീഷൻ സെക്രട്ടറി എന്നീ നിലകളിൽ തീക്ഷ്ണതയോടെ സഭയെ ശുശ്രൂഷിക്കുന്ന വലിയിടയൻ. അതിനേക്കാൾ ഉപരി വിശ്വാസി സമൂഹത്തിൻ്റെ, പ്രത്യേകിച്ച് മലബാറിലെ വിശ്വാസി സമൂഹത്തിൻ്റെ ആവേശമായി മാറിയ, പ്രവാചക ശബ്ദമായി മാറിയ വിശ്വാസികളുടെ സ്വന്തം പാമ്പ്ളാനി പിതാവ്. പിതാവെ, ഒത്തിരി സ്നേഹത്തോടെ അങ്ങേ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിതാവെ, ഒത്തിരിയേറെ പ്രത്യേകതകൾ നിറഞ്ഞതാണ് പിതാവിൻ്റെ ഒരു പുതിയൊരു ദൗത്യം. പ്രത്യേകിച്ച് സീറോ മലബാർ സഭയിൽ തന്നെ താരതമ്യേന ഈ ഒരു ചെറിയൊരു പ്രായത്തിൽ ആർച്ച് ബിഷപ്പ് പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നു. പിതാവിൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം നടത്തിയ ആ ഒരു നടത്തിപ്പ്, ആ ഒരു പരിപാലന പിതാവ് എങ്ങനെ വിലയിരുത്തുന്നു? തീർച്ചയായും ദൈവപരിപാലനയുടെ നാൾ വഴികളാണ് ഓരോ മനുഷ്യൻ്റെയും ജീവിതം എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നമ്മളുടെ ജനനത്തിന് മുൻപ് തന്നെ നമ്മെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് എന്നും, ലോകസ്ഥാപനത്തിന് മുൻപേ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു എന്നും അപ്പസ്തോലൻ പറയുന്നത് സത്യമാണ്. അതിന് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് തൻ്റെ മുമ്പിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായി ജീവിക്കുക എന്ന്. ഞാൻ എൻ്റെ ജീവിതത്തെ പരിശോധിക്കുമ്പോൾ ഞാൻ പരിശുദ്ധനോ നിഷ്കളങ്കനോ ഒന്നും അല്ലാതിരുന്നിട്ടും ദൈവമായ കർത്താവ് തൻ്റെ രക്ഷാകര പദ്ധതിയിൽ എനിക്കിടം നൽകിയെന്നും ആ പദ്ധതിയുടെ ഭാഗമാക്കി അവിടുന്ന് എന്നെ സ്വീകരിച്ചു എന്നും ആണ് എനിക്ക് അതേക്കുറിച്ച് പങ്കുവയ്ക്കാനുള്ള ചിന്ത. അബ്ദുൽ കലാമിൻ്റെ ആത്മകഥ അവസാനിക്കുന്നത് ഒരു സുന്ദരമായ വാചകത്തോടെയാണ്: എൻ്റെ ജീവിതം കാണുന്ന എല്ലാവരും മനസ്സിലാക്കണം, ദൈവപരിപാലന മനുഷ്യൻ്റെ ജന്മാവകാശമാണ് എന്ന്. ഞാനതേക്കുറിച്ച് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. എന്തൊരു ആഴമുള്ള ഒരു ദർശനമാണത്. ദൈവപരിപാലന ഒരു മനുഷ്യൻ്റെ ജന്മാവകാശമാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നതാണ് ഓരോ മനുഷ്യൻ്റെയും ജീവിതം എന്ന് നമ്മുടെ മുൻ രാഷ്ട്രപതി എഴുതി വയ്ക്കുമ്പോൾ എനിക്കും തോന്നിയിട്ടുണ്ട്. നമ്മുടെയൊക്കെ ജീവിതങ്ങളെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു വലിയ സത്യം, ആകെ കൂടിയുള്ള നമ്മുടെ മൂലധനം ദൈവം നമ്മളെ പരിപാലിച്ചു, ദൈവം നടത്തി, ദൈവം ഉയർത്തി, ദൈവം അനുഗ്രഹിച്ചു. അതിനപ്പുറത്തേക്ക് അവകാശപ്പെടാൻ പ്രത്യേകിച്ചൊന്നുമില്ല എന്നുള്ളതാണ്. പിതാവ്, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ സഭ വളരെയധികം വെല്ലുവിളികളിലൂടെ കടന്നു പോകുന്ന ഒരു സമയത്താണ് പിതാവ് ഈ ഒരു ദൗത്യം ഏറ്റെടുക്കുന്നത്. തീർച്ചയായും പിതാവിൻ്റെ മുന്നിലുള്ള ആ ഒരു വഴി കല്ലും മുള്ളും നിറഞ്ഞതാണ്. പിതാവ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു ദൗത്യം ഒരു ദൈവനിയോഗം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിൽ ഒരു വെല്ലുവിളി തന്നെയല്ലേ പിതാവിൻ്റെ ഒരു ദൗത്യം? ക്രിസ്തുവിൻ്റെ ശിഷ്യനായിരിക്കുക എന്ന് പറയുന്നത് എക്കാലവും വെല്ലുവിളി തന്നെയായിരുന്നുവെന്ന് സഭാചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ വെല്ലുവിളികളിലൂടെയാണ് ശരിക്കും സഭ വളർന്നതും ശക്തി പ്രാപിച്ചത്. നമുക്കറിയാം, ആദിമസഭയിൽ ക്രിസ്തു ശിഷ്യനായിരുന്നു എന്ന് പറഞ്ഞ ഒറ്റ കാരണത്താൽ തന്നെ അവനെ ഇല്ലായ്മ ചെയ്യുവാൻ, തിളച്ച എണ്ണയെ മുക്കി പൊരിക്കുക, കുതിരക്കാലെ കെട്ടി വലിച്ചു കീറുക തുടങ്ങിയ പ്രാകൃതമായ ശിക്ഷാവിധികൾക്ക് അവർ വിധേയരായിരുന്നു എന്നതാണ് ചരിത്രം. സഭയുടെ നാളിതുവരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ ഈ എതിർപ്പും സഭയ്ക്കെതിരായുള്ള സംഘടിതമായ നീക്കങ്ങൾ, പ്രത്യേകിച്ച് ഭരണകൂടങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഭീകരത സഭ ഏറെ അനുഭവിച്ചിട്ടുണ്ട്. സഭയ്ക്ക് ഇങ്ങനെ വലിയ എതിർപ്പുകളൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച് സഭാചരിത്രത്തിൽ പറയുന്നത് ഇരുണ്ട കാലം എന്നാണ്. അന്ന് സഭ മഹിമപ്രതാപങ്ങളോടെ ഭൗതിക സുഖ സൗകര്യങ്ങളും സുരക്ഷിതത്വവും അനുഭവിച്ചിരുന്നൊരു കാലത്തെക്കുറിച്ച് പറയുന്നത് ഇരുണ്ട കാലം എന്നാണ് പിൽക്കാല സഭാചരിത്രകാരന്മാർ അതിനെ വിശേഷിപ്പിക്കുന്നു. ഈ സഭാചരിത്രം തന്നെ ദൈവം നമുക്ക് മുമ്പിൽ വയ്ക്കുന്ന ഒരു വലിയ ദർശനമാണ് എന്നാണ് ഞാൻ വിചാരിക്കുക. കാരണം പീഡാനുഭവങ്ങളും എതിർപ്പുകളുടെയും മധ്യേ സുവിശേഷം വിജയിക്കുന്നു എന്നുള്ളതാണ്. അത് ഈ സുവിശേഷത്തിൻ്റെ സ്വഭാവമാണ്. അതുകൊണ്ട് എതിർപ്പുകൾ കണ്ട് സഭ ഭയപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് സത്യം. ഇന്ന് നമ്മൾ എതിർപ്പുകൾക്ക് കുറേ കൂടി സംഘടിത സ്വഭാവവും സാർവത്രിക സ്വഭാവവും കൈവന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളെ മനസ്സിലാക്കുമ്പോൾ തന്നെ അതിനുള്ള പരിഹാരം ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുക.
ബെനഡിക്റ്റ് മാർപ്പാപ്പായുടെ സുന്ദരമായൊരു ചിന്തയുണ്ട്. സഭയ്ക്ക് 2 തരം ചരിത്രമുണ്ടെന്ന് മാർപ്പാപ്പ പറയും. ഒന്ന്, പരിശുദ്ധാത്മാവ് രചിക്കുന്ന സഭയുടെ വിശ്വസ്തരായ മക്കളിലൂടെ എഴുതപ്പെടുന്നൊരു ചരിത്രമുണ്ട്. അതിൽ സഭയോട് ചേർന്ന് നിൽക്കുന്ന വൈദികരുണ്ട്, സമർപ്പിതരുണ്ട്, ആത്മായ സഹോദരങ്ങളുണ്ട്. അവരെല്ലാവരും സഭയുടെ 95% പരം ആളുകൾ പരിശുദ്ധാത്മാവ് രചിക്കുന്ന ഈ മഹനീയമായ മഹത്തായ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതേസമയം സഭയിൽ തന്നെ കുറച്ച് ആളുകൾ, അതിൽ വൈദികരുണ്ടാകും, മെത്രാന്മാരുണ്ടാകാം, അതുപോലെ തന്നെ ആത്മായ സഹോദരങ്ങളുണ്ടാകാം, വിരലിലെണ്ണാൻ പോരുന്ന ഇവരെ ഉപയോഗിച്ചുകൊണ്ട് പിശാച് രചിക്കുന്ന സമാന്തരമായ ഒരു ചരിത്രം സഭയ്ക്കുണ്ട്. അത് എക്കാലവും സഭയ്ക്ക് ഉണ്ടായിരുന്ന ചരിത്രമാണ്, ഇപ്പോഴും അതുണ്ട്. ഇന്ന് മീഡിയയ്ക്ക് സഭാചരിത്രം എന്ന് പറഞ്ഞാൽ പിശാച് ഏതാനും പേരെ ഉപയോഗിച്ച് രചിച്ച ഈ ഒരു ഇരുണ്ട ചരിത്രമാണ് സഭാചരിത്രമായി ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് സത്യമാണ്. പക്ഷേ സന്യസ്തരുടെ കൂട്ടത്തിൽ നിന്ന് സന്യാസത്തെ എതിർക്കുന്ന ഏതാനും പേരുണ്ടാകും. ആ ഏതാനും പേരുടെ വാക്കുകൾ കേട്ടുകൊണ്ട് അതാണ് സന്യാസം എന്ന് സ്ഥാപിച്ചെടുക്കാൻ കേരളത്തിൽ എന്നല്ല അന്താരാഷ്ട്ര തലത്തിൽ തന്നെ മാധ്യമങ്ങൾ വ്യഗ്രതപ്പെടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നു. കാരണം മാധ്യമങ്ങളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് നെഗറ്റീവ് പബ്ലിസിറ്റിക്കാണ് മാർക്കറ്റ് എന്നറിയാവുന്നത് കൊണ്ട് അവരും തങ്ങളുടെ മാധ്യമധർമ്മങ്ങൾ മറന്നുകൊണ്ട് ഇത്തരത്തിലുള്ള നെഗറ്റീവായ കാര്യങ്ങൾക്ക് പിന്നാലെ പോകാൻ നിർബന്ധിതരാകുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷേ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വലിയ വസ്തുതയുണ്ട്. തിരുസഭയുടെ മഹത്തായ ഈ ചരിത്രം ഇന്നും സജീവമായി നിൽക്കുന്നു. ആയിരക്കണക്കിന് 10,000-കണക്കിന് വൈദികരും സമർപ്പിതരും തങ്ങളുടെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി ജീവിക്കുന്നു. കോടാനുകോടി വിശ്വാസികൾ തിരുസഭയെ അമ്മയെപ്പോലെ കരുതി സ്നേഹിക്കുകയും സഭയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കുകയും ചെയ്യും. ആ സത്യത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഈ ഒരു പ്രതിസന്ധികളെ നോക്കിക്കാണാൻ. പ്രതിസന്ധികൾ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുമ്പോഴാണ് ഈ ആശങ്ക. തിരുസഭയുടെ മഹത്തായ ശോഭനമായ ആ ഒരു മുഖം കൂടി കാണുമ്പോൾ ഈ ഒരു പ്രതിസന്ധികളെ നേരിടാൻ ദൈവം നമ്മളെ ശക്തിപ്പെടുത്തുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിതാവ് പറഞ്ഞതുപോലെ പലപ്പോഴും ഈ മുഖ്യധാര മാധ്യമങ്ങൾ സഭേനെ ഒരു സ്പെസിഫിക് ആയിട്ട് ടാർഗറ്റ് ചെയ്യുന്നു. ഒരു ഉദാഹരണം, പ്രത്യേകിച്ച് ഈ സന്യസ്തരുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വരുമ്പോൾ അവർക്ക് എപ്പോഴും ചർച്ചയിൽ കാണിക്കുന്ന ഒരു ലൂസി, അല്ലെങ്കിൽ സഭയ്ക്കെതിരെ തുടർച്ചയായി വിമത നിലപാട് സ്വീകരിക്കുന്ന വൈദികർ അല്ലെങ്കിൽ ആത്മായർ. എന്തുകൊണ്ടാണ് ഈ മുഖ്യധാര മാധ്യമങ്ങൾ സ്പെസിഫിക് ആയിട്ട് എപ്പോഴും സഭയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? യെസ്, അത് ന്യായമായി ചിന്തിക്കുമ്പോൾ നമുക്ക് ന്യായീകരിക്കാവുന്ന കാര്യമുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബഹുഭൂരിപക്ഷം വൈദികരും സമർപ്പിതരും ഒക്കെ നേരെ ചൊവ്വേ ജീവിക്കുന്നു. അവർ സഭയ്ക്കെതിരായ ഒരു വാക്ക് പറയാൻ ആഗ്രഹിക്കാത്തവരാണ്. കാരണം അവർക്ക് സഭ എന്ന് പറയുന്നത് അവരുടെ ജീവിതം തന്നെയാണ്. അവർ വിശ്വസിക്കുന്ന മുഴുവൻ സത്യങ്ങളുടെയും സമാഹാരമാണ് സഭ എന്ന് പറയുന്നത്. അതുകൊണ്ട് സഭയെ തള്ളിപ്പറയുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ മേലാത്ത കാര്യം. എന്നാൽ ഈ വേഷം ധരിച്ചവരിൽ ചിലർക്ക് സഭയെ തള്ളിപ്പറയാനോ വിശ്വാസത്തെ പരിഹസിക്കാനോ യാതൊരു മടിയുമില്ലാത്തവരുണ്ട്. അത്തരക്കാർ അത് പറയുമ്പോൾ അതിന് വലിയ പബ്ലിസിറ്റി കിട്ടുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് അവർക്ക് വാർത്താ പ്രാധാന്യം ആർക്കാണ് എന്ന് ചോദിച്ചാൽ നേരെ ചൊവ്വേ ജീവിക്കുന്നവർക്ക് കോഴി എല്ലാ ദിവസവും ഓരോ മുട്ടയിടുന്ന കോഴി അത് വാർത്തയല്ല. ഏതെങ്കിലും ഒരു കോഴി ഒരു ദിവസം 3 മുട്ടയിട്ടാൽ അത് വാർത്തയാണ്. ഈ ഒരു കൂട്ടായ്മയിലെ വഴിതെറ്റി നടക്കുന്നവരെ അല്ലെങ്കിൽ വിചിത്രമായ ചിന്താധാരകളോ പ്രവർത്തനങ്ങളോ കാണിക്കുന്നവർ മാത്രമാണ് പലപ്പോഴും വാർത്തയുടെ വിഷയമാകുന്നത്. സമാനമായൊരു കാര്യമായിട്ട് ഇതിനെ എടുത്താൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. പിതാവ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എതിർപ്പുകളിലൂടെയും പ്രതിസന്ധികളിലൂടെയുമാണ് സഭ വളർന്നു വന്നത്. എന്നാൽ ഈ കാലഘട്ടത്തിൽ ചില കാര്യങ്ങളെക്കുറിച്ച് ഇടയജനത്തെ നമ്മുടെ ഇടയർ ഓർമ്മപ്പെടുത്തുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ കളറങ്ങാട്ട് പിതാവ്, അതോടൊപ്പം തന്നെ നമ്മുടെ തലശ്ശേരി അതിരൂപതയിൽ തന്നെയുള്ള തറക്കടവിൽ അച്ഛൻ, അതോടൊപ്പം തന്നെ നമ്മുടെ ഇടുക്കി രൂപത മുൻ അധ്യക്ഷൻ ആനിക്കുഴിക്കാട്ടിൽ പിതാവ്, ചില കാര്യങ്ങൾ ഇടയജനത്തെ ഓർമ്മപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് ഒരു മുന്നറിയിപ്പ് നൽകുമ്പോൾ അവരെ ഒരു ഭയപ്പെടുത്തി നിശബ്ദരാക്കുക എന്നുള്ളൊരു ഗൂഢലക്ഷ്യം ഇപ്പോൾ ശക്തി പ്രാപിക്കുന്നില്ല.
ഉണ്ട് എന്ന് തന്നെ കരുതേണ്ടി വരും. കാരണം സുവിശേഷത്തെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചൊരു ചരിത്രം ഈ ലോകത്തിനില്ല. സഭയുടെ ദർശനങ്ങളെ ചുവപ്പ് പരവതാനി വിരിച്ച് സ്വീകരിച്ച ചരിത്രവും സഭയ്ക്കില്ല. മറിച്ച് ഈ എതിർപ്പുകളുടെ മധ്യത്തിൽ തന്നെയാണ്. ആ എതിർപ്പുകൾ പണ്ടുകാലത്ത് അത് വാളുകൊണ്ട് എതിർക്കുകയായിരുന്നു, തോക്കുകൊണ്ട് എതിർത്തിരുന്നുവെങ്കിൽ ഇന്ന് അത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പറ്റാതെ വരുമ്പോൾ അതിനെ ഇപ്രകാരമുള്ള ദുഷ്പ്രചരണങ്ങളിലൂടെ എതിർത്ത് തോൽപ്പിക്കാം എന്നാണ് വിചാരിക്കുക. പക്ഷേ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് തിരുസഭയുടെ സത്യവിശ്വാസത്തെ മുറുകെ പിടിച്ച് അതാരെയും ആർക്കും എതിരായ സന്ദേശം സുവിശേഷത്തിലില്ല എന്നുള്ളതാണ് സത്യം. ദൈവം എല്ലാ മനുഷ്യരുടെയും പിതാവാകയാൽ എല്ലാവരും സഹോദരീ സഹോദരന്മാരാണ്. ഈശോ മിശിഹ രക്ഷിച്ചത് ക്രിസ്ത്യാനികളെ മാത്രമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. എല്ലാ മനുഷ്യരുടെയും രക്ഷകനാണ് അവിടുന്ന് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ദൈവം തൻ്റെ ഛായയിൽ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഏതൊരു മനുഷ്യൻ്റെ മുഖത്തും ഈശോ മിശിഹായുടെ തിരുമുഖത്തിൻ്റെ ഛായ കാണാൻ പറ്റും എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നമ്മൾ എല്ലാ മനുഷ്യരെയും സ്നേഹിക്കാൻ പഠിപ്പിച്ച മതമാണ് ക്രിസ്തുമതം എന്ന സത്യം ഓർക്കുക. അതുകൊണ്ട് മറ്റേതെങ്കിലും ഒരു മതം നടത്തുന്നത് പോലെ ഒരു പ്രസ്താവനയായിട്ട് നമ്മുടെ പ്രസ്താവനകളെ ദുർവ്യാഖ്യാനം ചെയ്യുന്നു. ഇപ്പം അഭിവന്യ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് പറഞ്ഞ വിഷയം, ഇവിടെ ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ് തുടങ്ങിയവയെക്കുറിച്ച് പിതാവ് പറഞ്ഞു. ഇവിടുത്തെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അന്വേഷണ ഏജൻസി പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊന്നും ഇല്ല. അതല്ല എങ്കിൽ കേരള പോലീസ് അന്വേഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാണും. ഈ കാര്യത്തിന് കേരള പോലീസിൻ്റെയോ കേന്ദ്ര ഏജൻസിയുടെയോ സാക്ഷ്യപത്രം നമുക്ക് ആവശ്യമില്ല. കാരണം നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് എത്രയോ കുഞ്ഞുങ്ങൾ ഇപ്രകാരം ചതിക്കെണിയിൽപ്പെട്ട് തങ്ങളുടെ ജീവിതം വഴിയാധാരമായി തീർന്നിട്ടുണ്ട് എന്നുള്ളതിന് ഈ സമുദായവും ഈ സമുദായത്തിൻ്റെ ആചാര്യന്മാരും സാക്ഷികളാണ്. അതിൻ്റെ വെളിച്ചത്തിലാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അപ്രകാരം സംസാരിക്കുമ്പോൾ അങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്ന് പറയാൻ ആർക്കും അവകാശമില്ല എന്ന് മാത്രമല്ല, അങ്ങനെ സംഘടിതമായ എതിർപ്പിൻ്റെ സ്വരമുയർത്തിയാൽ അതിനെ അർഹിക്കുന്ന അവഗണനയോടെ തള്ളിക്കളയാനും സഭ നിർബന്ധിതമാകും എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ പല സന്ദർഭങ്ങളിലും സഭയ്ക്ക് ഈ പ്രസ്താവനകളുടെ ഒപ്പം നിൽക്കാനും അതുപോലെ തന്നെ ഈ എതിർപ്പിൻ്റെ സ്വരങ്ങളെ അവഗണിക്കാനും സഭ നിർബന്ധിതമായത് എന്ന് മനസ്സിലാക്കിയാൽ മതി. പിതാവ് പറഞ്ഞതുപോലെ കലർപ്പില്ലാത്ത വിശ്വാസം പ്രഘോഷിക്കുന്നതിൽ ഒരിക്കലും ഭയപ്പെടരുത്. ഒരിക്കലും ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ആർക്കും എതിരല്ല. ഒരു രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥിതിയെ അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ തന്നെ ആദരിക്കുകയും സ്നേഹിക്കുകയും അതനുസരിച്ച് ജീവിക്കണമെന്ന് വിശ്വാസികളെ പഠിപ്പിക്കുകയും ചെയ്യുന്നത് കത്തോലിക്ക സഭയുടെ ശൈലിയാണ്. ആ നിയമവ്യവസ്ഥിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തങ്ങളുടെ വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കുവാൻ നമുക്കുള്ള അവകാശം വിനിയോഗിക്കുക തന്നെ ചെയ്യും. അത് ഇത്തരത്തിലുള്ള സംഘടിതമായ എതിർപ്പിൻ്റെ സ്വരം കൊണ്ട് നിശബ്ദമാക്കി കളയാൻ എന്നാരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർ അസ്ഥാനത്താണ് ചിന്തിക്കുന്നത് എന്ന് മാത്രമല്ല. പിതാവ് പുതിയൊരു ദൗത്യം ഏറ്റെടുക്കുമ്പോൾ പിതാവ് കുറേ കൂടി ഒരു തിരക്കിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്കറിയാം മെത്രാന്മാർ അല്ലെങ്കിൽ രൂപതാധ്യക്ഷന്മാർ അപ്പസ്തോലന്മാരുടെ പ്രതിനിധികളാണ്. അപ്പസ്തോലന്മാർ എപ്പോഴും ദൈവത്തിൻ്റെ ഒരു സ്വരം ശ്രവിച്ച് മുന്നോട്ട് പോകേണ്ടവരാണ്. ഈ ഒരു തിരക്കിനിടയിലും ദൈവത്തോടൊപ്പമായിരിക്കുവാൻ അല്ലെങ്കിൽ കർത്താവിൻ്റെ സ്വരം ശ്രവിക്കുവാൻ പിതാവ് എങ്ങനെയാണ് സമയം കണ്ടെത്തുന്നത്? അത് വളരെ നല്ലൊരു ചോദ്യമാണ്. പലപ്പോഴും അൽമായർ വിചാരിക്കുന്നത് ഭയങ്കര തിരക്കല്ലേ, പിതാക്കന്മാർക്ക് അച്ഛന്മാർക്കൊക്കെ പ്രാർത്ഥിക്കാൻ സമയമുണ്ടോ, ഇത് അവരെങ്ങനെയാണ് ദൈവഹിതം അറിയുന്നത് എന്നൊക്കെ ഒരു തോന്നലുണ്ട്. വാസ്തവത്തിൽ ഞങ്ങളുടെ ഒന്നാമത്തെ ജോലി എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുക എന്നുള്ളതും ദൈവഹിതം അന്വേഷിക്കുക എന്നുള്ളതും. അതിന് സഭ ഞങ്ങളെ ശരിയായ രീതിയിൽ പരിശീലിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുക. എല്ലാ സെമിനാരികളിലും നൽകിയിട്ടുള്ള പരിശീലനങ്ങൾ രാവിലെ പ്രഭാത പ്രാർത്ഥന, സഭയുടെ കാനന നമസ്കാരം കഴിഞ്ഞാൽ അരമണിക്കൂറെങ്കിലും ചുരുങ്ങിയത് ദൈവതിരുമുമ്പിൽ നിശബ്ദമായിരുന്ന് പ്രാർത്ഥിക്കുക. അത് സഭ എല്ലാ വൈദികർക്കും നൽകിയിട്ടുള്ളൊരു പരിശീലനത്തിൻ്റെ ഭാഗം. ദിവസത്തിൽ 3 തവണ കാനന നമസ്കാരങ്ങൾ ചൊല്ലി. ആ കാനന നമസ്കാരങ്ങൾ ചെല്ലുമ്പോൾ സഭയുടെ ആത്മീയതയുടെ ഭാഗമാണ്. നാളിതുവരെയും സഭയോടൊത്ത് ജീവിച്ച എല്ലാ വിശുദ്ധരുടെയും ആധ്യാത്മികതയാണ്
അതിലൂടെ നമുക്ക് ലഭിക്കുക. രാത്രി പ്രാർത്ഥനയ്ക്ക് ശേഷം വീണ്ടും ദൈവസന്നിധിയിലിരുന്നു കൊണ്ട് ആ ദിവസത്തെ മുഴുവനും വിലയിരുത്തി ആത്മശോധന നടത്തുക. ഇതൊക്കെ ഓരോ വൈദികനെയും സെമിനാരി കാലത്ത് തന്നെ പരിശീലിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ആ പരിശീലനം ശരിയായ രീതിയിൽ തുടർന്നാൽ മതി എന്നാണ് എനിക്ക് തോന്നുക. നമ്മുടെ ഏത് തിരക്കിനിടയിലും നമ്മുടെ കാനോന നമസ്കാരങ്ങൾ കൃത്യമായി ചൊല്ലുക. രാവിലെ സാധിക്കുമെങ്കിൽ 1 മണിക്കൂറെങ്കിലും പരിശുദ്ധ കുർബാനയ്ക്ക് മുമ്പിലിരുന്ന് ആരാധന നടത്തി പ്രാർത്ഥിക്കുക. രാത്രി കിടക്കുന്നതിന് മുമ്പ് വീണ്ടും ഒരു നിശ്ചിത സമയം ദൈവസന്നിധിയിലിരുന്ന് ആത്മശോധന ചെയ്ത് കുറവുകളെയും ദൈവം തന്ന അനുഗ്രഹങ്ങളെയും ഒക്കെ തിരിച്ചറിയാനും തമ്പുരാനോട് സംവദിക്കാനും പഠിക്കുക. ഇതൊക്കെയും സഭ ഞങ്ങൾക്ക് തന്ന പരിശീലനത്തിൻ്റെ ഭാഗമാണ്. ആ പരിശീലനം ശരിയാം വിധത്തിൽ തുടർന്നാൽ മതി എന്നാണ് എനിക്ക് തോന്നുക. അതിനുള്ള എല്ലാ സമയവും. അല്ലെങ്കിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞതുപോലെ ഈ കാലഘട്ടത്തിലെ അച്ഛന്മാരെയും മെത്രാന്മാരെയും ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പാപം വർക്കഹോളിസമാണ് എന്ന് പറയും. നമ്മൾ വേറെ കുറേ ജോലികൾ ചെയ്തു തീർക്കാനുള്ളവരാണ്. ജോലി തിരക്ക് കൊണ്ട് നമ്മൾ പ്രാർത്ഥനകൾ മാറ്റിവെക്കുന്ന സാഹചര്യങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളത് തെറ്റായ ഒരു കാഴ്ചപ്പാടാണെന്ന് പരിശുദ്ധ പിതാവ് പറഞ്ഞതിനെ ഞാൻ പൂർണ്ണമായും അതിൻ്റെ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നയാളാണ്. പിന്നെ നമ്മൾ നമ്മുടെ അജപാലന ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ, ഒരു വൈദിക വിദ്യാർത്ഥിക്ക് പട്ടം കൊടുക്കുമ്പോൾ 1-2 മണിക്കൂർ നീളുന്നൊരു തിരുക്കർമ്മമാണ്. ആ തിരുക്കർമ്മത്തിനിടയിലെ പ്രാർത്ഥനകളെ ധ്യാനിക്കുന്നത് എന്തോ ഒരു വലിയ ആത്മീയ ഊർജമാണ് നമ്മളിലേക്ക് പകരുന്നത്. അല്ലെങ്കിൽ ഒരു കുഞ്ഞിന് മാമോദീസ നൽകുമ്പോൾ നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷകൾ, മെത്രാന്മാരായ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ആത്മീയ ശുശ്രൂഷകൾ അത്രയും ഞങ്ങളുടെയും കൂടി ആത്മവിശുദ്ധീകരണത്തിന് വേണ്ടി സഹായകമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു തിരക്കുകൾ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ കൂടുതൽ പരിപോഷിപ്പിക്കുന്ന രീതിയിലാണ് സഭ, പുരോഹിത, മെത്രാൻ ശുശ്രൂഷകളിലെ തിരക്കുകളെ ഞങ്ങൾക്ക് കൽപ്പിച്ചു തന്നിരിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിതാവ് പറഞ്ഞതുപോലെ വൈദിക പരിശീലനത്തിന് ചില പ്രസക്തമായ ആശയങ്ങൾ പിതാവ് പങ്കുവച്ചു. ഈ ഒരു വൈദിക പരിശീലനം അല്ലെങ്കിൽ നമ്മുടെ ഒരു സെമിനാരി ഫോർമേഷനിൽ ഒരു ഉടച്ചുവാർക്കൽ ആവശ്യമുണ്ട്. കാരണം വൈദികരുടെ ഒരു പ്രധാന ദൗത്യം എന്ന് പറയുന്നത് ദൈവജനം പ്രഘോഷിക്കുക, കുദാശകൾ പരിക്രമം ചെയ്യുക, വിശ്വാസി സമൂഹത്തിൻ്റെ ഒരു ആത്മീയ നവീകരണമാണ്. പലപ്പോഴും നമ്മുടെ വൈദികർ പലപ്പോഴും നമ്മുടെ സഭാസ്ഥാപനങ്ങൾ ഒത്തിരി നന്മകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. സ്ഥാപനങ്ങൾ നടത്തുക അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മുടെ സെമിനാരി പരിശീലനം മാറുന്നുണ്ട്. പലപ്പോഴും ഈ കാലിക പ്രസക്തമായ പല കാര്യങ്ങളെക്കുറിച്ചും മുന്നറിയിപ്പ് നൽകുന്ന ചില ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ മാത്രമാണ് പലപ്പോഴും വൈദിക സമൂഹത്തിൽ നിന്ന് വിശ്വാസികൾക്ക് ലഭിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ നമ്മുടെ ഒരു സെമിനാരി ഫോർമേഷനിൽ ഒരു ഉടച്ചുവാർക്കൽ ആവശ്യമുണ്ടെന്ന് പിതാവ് തോന്നുന്നുണ്ട്. സെമിനാരി പരിശീലനത്തിന് കാലോചിതമായ മാറ്റങ്ങൾ വരുത്താൻ സഭ പരിശ്രമിക്കുന്നുണ്ട്. തീർച്ചയായും ഈ കാലഘട്ടത്തിലെ യുവജനങ്ങളുടെ ചിന്താഗതികൾ സെമിനാരിക്കാരെയും ബാധിക്കുന്നുണ്ട് എന്നും അവരുടെ കാഴ്ചപ്പാടുകളിലെ വ്യത്യാസങ്ങൾ സെമിനാരികളിലും പ്രതിഫലിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡ് ആയ ഒരു പരിശീലനമാണോ എന്ന് ചോദിച്ചാൽ ഒരു സിലബസ് ഓറിയൻറ്റഡ് ആയ ഒരു പരിശീലനം ഇതിനുണ്ട്. കാരണം ഇത് ഒരു വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ഈ വൈദിക പരിശീലന സഭ വിഭാവനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സിലബസ് ഓറിയൻറ്റഡായ പഠനം ഇതിൻ്റെ ഭാഗമാണ് എന്ന് തന്നെ ഞാൻ സമ്മതിക്കുന്നു. പിന്നെ ആത്മീയ പരിശീലനം എന്ന് പറയുമ്പോൾ സഭ ലക്ഷ്യം വയ്ക്കുന്നത് ആത്മാവിനെ മാത്രം പരിപോഷിപ്പിക്കുക എന്നുള്ളത്. ആത്മാവ് തന്നെ എങ്ങനെയാണ് നിൽക്കുന്നത്? അസാധ്യമാണ്. എൻ്റെ ആത്മാവ് എൻ്റെ ശരീരത്തിലാണ് വസിക്കുന്നത്. സെൻറ്റ് തോമസിൻ്റെ പ്രസിദ്ധമായ വാചകം നമുക്കുണ്ട്, ഗ്രേസ് ഈസ് ബിൽറ്റ് അപ്പോൺ ദ നേച്ചർ. ഞാനെന്ന വ്യക്തിയിലാണ് എന്നിലെ ദൈവകൃപ പ്രവർത്തന നിരതമാണ്. അതുകൊണ്ട് എൻ്റെ ശരീരവും എൻ്റെ മനസ്സും എൻ്റെ ആത്മാവും ചേരുന്ന ആ ഒരു കൂട്ടായ്മയിലാണ് ആത്യന്തികമായി പരിശീലനം നൽകപ്പെടേണ്ടത്. അതുകൊണ്ട് തന്നെ സെമിനാരി പരിശീലനം അതുപോലെ തന്നെ അജപാലന ശുശ്രൂഷകളും ഈ ശാരീരികവും ഭൗതികവുമായ കാര്യങ്ങളെ കൂടി കണക്കിലെടുത്തുകൊണ്ട് മാത്രമേ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പലപ്പോഴും വൈദികരെന്തിനാ ഈ സോഷ്യൽ വർക്കിന് ഇറങ്ങുന്നത് എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. സർക്കാർ കിറ്റ് കൊടുക്കുന്നില്ല, പിന്നെ എന്തിനാണ് അച്ഛന്മാർ കിറ്റ് കൊടുക്കാൻ പോകുന്നത് എന്നൊക്കെ ആളുകൾ ഉന്നയിക്കാറുണ്ട്. അതിൻ്റെ കാരണം ഇതാണ്. ഗാന്ധിജി പറഞ്ഞു, വിശന്നിരിക്കുന്നവൻ്റെ മുമ്പിൽ ദൈവം വരുന്നത് ഭക്ഷണമായിട്ടാണ് എന്നതുപോലെ നമ്മുടെ ദൈവജനത്തിന് എന്താണോ ആവശ്യം അത് കൊടുക്കുക എന്നുള്ളത്.
ഭക്ഷണം കൊടുത്ത് അവരെ സംതൃപ്തരാക്കിയ ശേഷം വചനം പറഞ്ഞ ക്രിസ്തു തന്നെയാണ് സുവിശേഷത്തിലെ നമ്മുടെ മാതൃക എന്ന് പറയുന്നത്. അതുകൊണ്ട് വൈദികർ ഇന്നത് ചെയ്യാൻ പാടില്ല, ഇന്നതേ ചെയ്യാവുള്ളൂ എന്ന് ഇപ്പം ചില പാർട്ടിക്കാർ പറയാറുണ്ട്. പള്ളിയിലച്ചന്മാർ പള്ളിക്കാരും നോക്കിയാൽ മതി, പൊതുസമൂഹത്തിൻ്റെ കാര്യം നോക്കാൻ ഞങ്ങളുണ്ട് എന്ന് പറയുന്നത് അത് അവരുടെ അവിവേകം കൊണ്ട് പറയുന്നതാണ്. കാരണം ആത്മാവ് പള്ളി എന്നൊക്കെ പറയുന്നതിനെ ഈ ലോകത്തിൽ നിന്ന് വേർപെടുത്തി ഒരു സത്യമായിട്ട് മാറ്റി നിർത്തി അങ്ങനെ നമ്മളെ ബ്രാൻഡ് ചെയ്യാനുള്ള ഒരു നീക്കം പൊതുസമൂഹത്തിൽ നടക്കുമ്പോൾ അത് തിരിച്ചറിയാനും സമൂഹത്തിൻ്റെ പൊതു നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനും വൈദികർ ധൈര്യം കാണിക്കണം എന്ന് തന്നെയാണ് അതേക്കുറിച്ചുള്ള എൻ്റെ വിലയിരുത്തൽ. പിതാവെ, പ്രത്യേകിച്ച് ഈ ഒരു കോവിഡ് കാലഘട്ടത്തിൽ ഭൗതികമായും ഒരു ആത്മീയമായും വളരെയധികം പ്രതിസന്ധിയിലൂടെയാണ് നാം കടന്നുപോയത്. പ്രത്യേകിച്ച് കുർബാനകളൊക്കെ ഓൺലൈൻ ആക്കുന്നു. പിന്നീട് കോവിഡ് നിയന്ത്രണങ്ങളൊക്കെ ലഘൂകരിച്ചപ്പോൾ വിശുദ്ധ കുർബാനകൾ നമ്മുടെ ദേവാലയത്തിൽ പുനരാരംഭിച്ചു. പക്ഷേ നാം നേരിടുന്ന വലിയൊരു പ്രതിസന്ധി, പല യുവജനങ്ങൾ ഇപ്പോഴും ദേവാലയത്തിലേക്ക് കടന്നു വരുന്നില്ല, കുദാശകൾ സ്വീകരിക്കുന്നില്ല. അത് നമുക്കറിയാം, യുവജനങ്ങളാണ് സഭയുടെ ഒരു നട്ടെല്ല്. ഇത്തരത്തിലൊരു ആത്മീയ ശോഷണം യുവജനങ്ങൾക്കിടയിൽ സംഭവിച്ചാൽ അത് സഭ നേരിടുന്ന വലിയൊരു പ്രതിസന്ധി തന്നെയല്ലേ? അവരെങ്ങനെ നമുക്ക് തിരികെ നമ്മുടെ ദേവാലയത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കും? അത് ഗൗരവമുള്ളൊരു വിഷയം തന്നെയാണ്. യുവജനങ്ങൾ സഭയിൽ നിന്ന് അകന്നുപോയി എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. വിശ്വാസ ജീവിതത്തിൽ നിന്നും അവരകന്നു പോയി എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. കാരണം ഞാൻ യുവജനങ്ങളുമായി നിരന്തരം സമ്പർക്കത്തിലുള്ള ഒരാളെന്ന നിലയിൽ. പക്ഷേ അവരുടെ ആത്മീയതയും വിശ്വാസ ജീവിതത്തെയും ഒക്കെ പുനർനിർവചിക്കാൻ തുടങ്ങി എന്നുള്ളത് ഒരു സത്യമാണ്. ഈ പള്ളി പോയില്ലെങ്കിലും കുഴപ്പമില്ല, അതല്ല അടിസ്ഥാനപരമായ കാര്യം എന്ന രീതിയിലേക്ക് അവരുടെ വിശ്വാസ ജീവിതത്തെ, സഭാത്മക ജീവിതത്തെ പുനർനിർവചിക്കാൻ തുടങ്ങി. ആ ഒരു പുനർനിർവചനം എന്ന് പറയുന്നത് അപകടകരമായൊരു പുനർനിർവചനമാണ്. കാരണം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഈശോ മിശിഹ ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ തിരുസഭയെ സ്ഥാപിച്ചു. ആ സഭയിലൂടെ തൻ്റെ മക്കൾ സുരക്ഷിതമായി മുന്നേറണം എന്നത് ഈശോയുടെ ദർശനമാണ്. ഈശോയാണ് ഈ സഭ സ്ഥാപിച്ചത്. അല്ലാണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യ വ്യക്തി കണ്ടുപിടിച്ചതായിരുന്നെങ്കിൽ നമുക്ക് കാലത്തിനനുസരിച്ച് ഇത് വേണോ വേണ്ടയോ എന്നൊക്കെ വയ്ക്കാമായിരുന്നു. ലോകത്തിൻ്റെ അവസാനത്തോളം തൻ്റെ വചനങ്ങൾ ലോകത്തെ അറിയിക്കുവാൻ, ലോകത്തിൻ്റെ അതിരുകളോളം തനിക്ക് സാക്ഷികളാകാൻ ഈശോ തന്നെ ഈ സഭയെ സ്ഥാപിച്ചപ്പോൾ പ്രിയപ്പെട്ട യുവജനങ്ങളെ, നമുക്കുള്ള വിശ്വാസത്തിൻ്റെ വഴിയിലെ ദൈവാന്വേഷണത്തിൻ്റെ ഏറ്റവും സുരക്ഷിതമായ മാർഗം തിരുസഭയാകുന്ന മാർഗമാണ്. ആ തിരുസഭയാകുന്ന വാതിലിലൂടെ പ്രവേശിക്കാൻ നിങ്ങൾ അമാന്തം വിചാരിക്കരുത് എന്നാണ് യുവജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ യുവജനങ്ങളെ എങ്ങനെ നമുക്ക് വീണ്ടെടുക്കാൻ പറ്റും എന്ന ഒരു ചോദ്യത്തിന് എനിക്ക് തോന്നുന്നു യുവജനങ്ങൾക്ക് സഭയെയും സഭാധികാരികളെയും കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മാറേണ്ടതുണ്ട്. 2-3 വർഷങ്ങൾക്ക് മുൻപ് റോമിലെ യുവജനങ്ങൾക്ക് വേണ്ടിയുള്ളൊരു സിനഡിൽ പങ്കെടുക്കാൻ ഇവിടുത്തെ പിതാക്കന്മാർ എന്നെ നിയോഗിച്ചിരുന്നു. അപ്പോൾ അതിൽ പങ്കെടുത്തപ്പോൾ അതിൽ യുവജനങ്ങളുടെ പ്രതിനിധികളും സിനഡിൽ പങ്കെടുക്കുന്നു. അതിൽ ഓസ്ട്രേലിയ സിഡ്നിയിൽ നിന്നുള്ള ഒരു സെബാസ്റ്റ്യൻ എന്നു പേരായ യുവാവ്, അവനങ്ങനെ പള്ളിയിൽ പോകുന്നയാളൊന്നുമല്ല, അങ്ങനെയുള്ളവരെയാണ് മാർപ്പാപ്പ വിളിച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. എന്തുകൊണ്ട് നിങ്ങൾ സഭയിൽ നിന്ന് അകന്നു കഴിയുന്നു എന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി. അതിൽ അവൻ പറഞ്ഞൊരാശയം ഇതാണ്: ഞാൻ എൻ്റെ വേദപാഠ ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ ഒരു കഥ പഠിച്ചിട്ടുണ്ട് ബൈബിളിൽ നിന്ന്. ഇപ്പം ഞാൻ പള്ളിയിൽ പോകുന്നില്ല, പക്ഷേ അവിടെ ഒരു കഥ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ധൂർത്തപുത്രൻ്റെ കഥ. ധൂർത്തപുത്രൻ്റെ അപ്പൻ എത്രമേൽ കരുതലും സ്നേഹമുള്ള ഒരപ്പനായിരുന്നു. അവൻ്റെ ചേട്ടനാകട്ടെ ഇല്ലാത്ത കുറ്റം കണ്ടുപിടിച്ച് ആക്ഷേപിക്കാൻ നടക്കുന്നവന്. ഞാൻ കത്തോലിക്ക സഭയിലേക്ക് നോക്കുമ്പോൾ ഈ ധൂർത്തപുത്രൻ്റെ ചേട്ടന്മാരെയാണ് ഈ അച്ഛന്മാരിൽ സിസ്റ്റേഴ്സിൽ ഞാൻ കാണുന്നത്. അത് അവൻ്റെ ഒരു വിലയിരുത്തലാണ്. എന്ന് ധൂർത്തപുത്രൻ്റെ അപ്പനെ പള്ളിയുടെ പരിസരങ്ങളിൽ കാണാൻ തുടങ്ങുന്നു, അന്ന് ഞാൻ പള്ളിയിൽ പോകുന്നതിനെക്കുറിച്ച് ആലോചിക്കാം പരിശുദ്ധ പിതാവേ എന്നാണ് അവൻ മാർപ്പാപ്പയോട് പറഞ്ഞത്. ഞങ്ങൾ മെത്രാന്മാർക്കെല്ലാം അതൊരു വലിയ സർപ്രൈസായിരുന്നു അവൻ്റെ ആ ഒരു ഷെയറിങ് എന്ന് പറയും. സത്യമാണ്, എല്ലാ വൈദികരും സമർപ്പിതരും തിരിച്ചറിയേണ്ട ഒരു സത്യമാണ്. നമ്മളുടെ യുവജനങ്ങൾ സഭയിൽ നിന്ന് അകന്നു പോയിട്ടില്ല, മറിച്ച് അവർ പ്രതീക്ഷിക്കുന്ന മുഖമുള്ള ഒരു സഭയെ യുവജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നതിൽ നമുക്ക് വീഴ്ച പറ്റുന്നുണ്ടോ എന്ന ആത്മശോധന ശരിയായ രീതിയിൽ എല്ലാ സഭാ അധികാരികളുടെയും അജപാലകരുടെയും ഭാഗത്തു നിന്നുണ്ടാകണം.
യുവജനങ്ങൾ അങ്ങനെ ഉപദേശം കേട്ട് വരുന്നവരല്ല എന്ന് നമുക്കറിയാം. മാർപ്പാപ്പ ഒരു പുതിയ മെത്തഡോളജി തന്നെ പാസ്റ്ററൽ കെയർ ഫോർ യൂത്ത് എന്ന് പറഞ്ഞ് അവതരിപ്പിച്ചിട്ടുണ്ട്. അത് അക്കമ്പനിമെൻ്റാണ്. യുവജനങ്ങളുടെ ഒപ്പം നടക്കുക, അവൻ്റെ ദുഃഖങ്ങളിൽ അവനോട് ചേർന്ന് നിൽക്കുക, അവനെ മനസ്സിലാക്കുക എന്നുള്ള ആ ഒരു അനുയാത്രയുടെ ആധ്യാത്മികത, അത് ഈ കാലഘട്ടത്തിലെ യുവജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ആധ്യാത്മികതയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് യുവജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സന്ദേശം, നിങ്ങൾ തേടി നടക്കുന്ന സന്തോഷത്തിൻ്റെ പേര് നസ്രായനായ യേശുക്രിസ്തു എന്നാണ്. അവനെ കണ്ടെത്തുന്നത് വരെയും നിങ്ങളുടെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുമെന്ന്. ആ ക്രിസ്തുവാണ് നിങ്ങളെ ഏറ്റവും ആഴത്തിൽ സ്നേഹിക്കുന്ന നിങ്ങളുടെ ഉത്തമ സുഹൃത്ത് എന്ന സന്ദേശം നമുക്ക് അവരെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ യുവജനങ്ങളെ സഭയിലേക്ക് മുമ്പത്തേക്കാളും തീഷ്ണതയോടെ കടന്നു വരാനും ശുശ്രൂഷ ചെയ്യാനും അവർ തയ്യാറാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിതാവ്, യുവജനങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ മറ്റൊരു ചോദ്യം, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ യുവജനങ്ങൾക്കിടയിൽ ഒരു നമുക്ക് വേണ്ടി പറയാം ഒരു സ്പിരിച്വൽ സ്ലോ പോയിസണിംഗ് ആയിട്ട് പടർന്നു പിടിക്കുന്ന ഒരു കാര്യമാണ് ഫ്രീ തിങ്കിങ്, അതോടൊപ്പം നിരീശ്വരവാദം. പിതാവ് വൈദികനായിരിക്കുമ്പോൾ നിരീശ്വരവാദ പ്രസ്ഥാനങ്ങൾക്കെതിരെയൊക്കെ ശക്തമായി പിതാവിന് ആഞ്ഞടിക്കാൻ സാധിച്ചിരുന്നു. ഈ ഒരു കാര്യത്തിന് നമുക്ക് എങ്ങനെ തടയിടാൻ സാധിക്കും? ഈ നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളുടെ ഒരു കടന്നുകയറ്റം, പ്രത്യേകിച്ച് ഈ ഫ്രീ തിങ്കിങ് ആ ഒരു മെൻറ്റാലിറ്റിയുടെ ഒരു കടന്നുകയറ്റം നമുക്ക് എങ്ങനെ തടയിടാൻ സാധിക്കും? യെസ്, എനിക്ക് തോന്നുന്നു യുവജനങ്ങൾ യാഥാർത്ഥ്യ ബോധത്തോടെ ചിന്തിക്കാൻ അവരെ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ്. ഫ്രീ തിങ്കിങ് എന്ന് പറയുന്നതിലൂടെ കടന്നു വന്നത് എന്താണ്? കുടുംബജീവിതം വേണ്ട, വിവാഹ ജീവിതത്തിൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ ഗേ ലെസ്ബിയൻ ചിന്താഗതികളുടെ അതിപ്രസരങ്ങൾ, കൂടിത്താമസത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ എന്ന് പറയുന്നത്. വാസ്തവത്തിൽ അതിലൂടെ സംഭവിച്ച സാമൂഹികമായ മാറ്റം എന്ത് എന്ന് യുവജനങ്ങളെ തുറന്ന് കാണാനും ചിന്തിക്കാനും പ്രേരിപ്പിക്കും. ഫ്രീ തിങ്കിങ് എന്ന് കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് വളരെ ആകർഷണീയമായി തോന്നാം പ്രിയപ്പെട്ട യുവജനങ്ങളെ. പക്ഷെ അതിലൂടെ സംഭവിച്ച ദുരന്തം എന്ത് എന്ന് ചോദിച്ചാൽ എന്താണ്? നമ്മൾ ഇന്ന് കാണുന്നത് പോലെ കുത്തഴിഞ്ഞ ജീവിത ശൈലികളിലേക്ക് നമ്മൾ മാറിപ്പോകും. സമൂഹത്തെ നിലനിൽക്കുന്ന ഭദ്രമായ കുടുംബ ബന്ധങ്ങൾ ഇന്നില്ലാതെയായിത്തീരുന്നു. ലൈംഗികതയുടെ മേഖലകളിൽ സമ്പൂർണമായ ഒരു അരാജകത്വത്തിലേക്ക് സമൂഹം നീങ്ങിപ്പോകുന്നതിന് ഈ ഫ്രീ തിങ്കിങ് കാരണമായിട്ടുണ്ട്. നമ്മൾ അങ്ങനെ ചിന്തിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ ഫ്രീ തിങ്കിങ് പേരിൽ ആകർഷകമാണ് എങ്കിലും അത് സമൂഹത്തെ സമ്പൂർണമായി നശിപ്പിക്കുന്നതാണ്. ഇവിടെ പറഞ്ഞതുപോലെ ശരിക്കും ഒരു സ്ലോ പോയിസണിങ് തന്നെയാണ് ഈ ഫ്രീ തിങ്കിങ് എന്നുള്ളത്. അതിൻ്റെ റിസൾട്ട് നോക്കിക്കൊണ്ട് വിലയിരുത്താൻ യുവജനങ്ങളെ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ ഒരു പ്രതിസന്ധി പരിഹരിക്കാനുള്ള വഴി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളുടെ ഒരു കടന്നുകയറ്റം ഈ ഒരു ഫ്രീ തിങ്കിങ്ങിൻ്റെ ഒരു വ്യാപനത്തിന് കാരണമായിട്ടുണ്ട്. നിരീശ്വരവാദ പ്രസ്ഥാനങ്ങൾ നമുക്കറിയാം, ഈ പ്രത്യേകിച്ച് സൈദ്ധാന്തികമായി നിരീശ്വരവാദം പറയുന്ന പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ മതത്തെയും മതവിശ്വാസത്തെയും എതിർക്കുന്ന ഒരു സൈദ്ധാന്തിക നിലപാട് സ്വീകരിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. കത്തോലിക്ക സഭയ്ക്ക് ഇത്തരം നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളോട് രണ്ട് കാര്യത്തിലാണ് അകലമുണ്ടായിരുന്നത്. ഒന്ന്, ഭൗതികവാദം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിനപ്പുറത്തൊന്നും ഇല്ല എന്ന ചിന്ത. രണ്ട്, വർഗസമരം. ഈ രണ്ട് കാര്യങ്ങളിൽ അവരോട് സഭയ്ക്ക് എതിരുണ്ടായിരുന്നു. പക്ഷേ നമുക്കറിയാം ഈ ഒരു പാർലമെൻ്ററി വ്യവസ്ഥിതിക്കുള്ളിൽ, ജനാധിപത്യത്തിനുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിക്കും വർഗസമരം ചെയ്യാൻ പറ്റില്ല. അതുപോലെ നക്സലൈറ്റുകൾക്ക് അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ അത്തരത്തിലൊരു വർഗസമരം അവർ പണ്ടേ ഉപേക്ഷിച്ചതാണ്. അവർ ഇപ്പോൾ പുതുതായിട്ട് ചില വ്യതിയാനങ്ങൾ വരുത്തിയിട്ടുണ്ട്. മതവിശ്വാസം ഞങ്ങൾക്ക് കുഴപ്പമില്ല. വന്ന് കമ്മ്യൂണിസ്റ്റുകാർ ജ്ഞാനസ്നാനപ്പെടുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. സഭ കമ്മ്യൂണിസത്തോട് അടുക്കുന്നു എന്നൊരു ആരോപണം പല വേദികളിൽ ഉയരുമ്പോൾ എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റുകാർ അവരുടെ അടിസ്ഥാനപരമായ ആശയങ്ങളും സിദ്ധാന്തങ്ങളും മാറ്റിവെച്ചുകൊണ്ട് അവർ ഒരു പൊതുസമൂഹത്തിൻ്റെ വികാരങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മതവിശ്വാസത്തെ ഉൾക്കൊള്ളുന്ന സമീപനങ്ങളിലേക്ക് അവർ കടന്നു വരുന്നുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിലല്ല നമ്മൾ കമ്മ്യൂണിസ്റ്റ് സംവിധാനങ്ങളെ, നിരീശ്വര പ്രസ്ഥാനങ്ങളെ എതിർക്കുന്നത്. അതിൻ്റെ ആവശ്യവും സഭയെ സംബന്ധിച്ചില്ല. സഭ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും വക്താവല്ല,
അങ്ങനെ ഒരു നിലപാടും സഭയ്ക്കില്ല. ജനാധിപത്യത്തിൽ പൗരന്മാർക്ക് അവരുടെ സ്വാതന്ത്ര്യമനുസരിച്ച് വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് എന്ന് ചിന്തിക്കുന്നതാണ് സഭയുടെ പ്രഖ്യാപിത നിലപാട് എന്ന് പറയുന്നത്. അതേസമയം സഭയുടെ സത്യവിശ്വാസത്തിന് ഹാനികരമാകുന്ന നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളിൽ നിന്ന് അകലം സൂക്ഷിക്കണം എന്നുള്ള സഭയുടെ ശക്തമായ പ്രബോധനത്തിന് പോസിറ്റീവായ ഉണ്ടായ ഫലങ്ങളാണ് വാസ്തവത്തിൽ കമ്മ്യൂണിസം നിരീശ്വരവാദം ഉപേക്ഷിക്കുന്ന രീതിയിലേക്ക്, മതവിശ്വാസത്തെ അംഗീകരിക്കുന്ന രീതിയിലേക്ക് മാറുന്നത് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. പിതാവ് രാഷ്ട്രീയ മേഖലയെക്കുറിച്ച് പരാമർശിച്ചപ്പോൾ സഭയ്ക്ക് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ഒരു രാഷ്ട്രീയ മേഖലയിലുള്ളൊരു സ്വാധീനം നഷ്ടമായി. പ്രത്യേകിച്ച് നമുക്കറിയാം ന്യൂനപക്ഷ ക്ഷേമ വകുപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒത്തിരിയേറെ പ്രതിസന്ധികൾ, ഒത്തിരിയേറെ അവഗണനകൾ നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഈ ഒരു സാഹചര്യം, ഈ ഒരു കാലഘട്ടത്തിൽ സഭയ്ക്ക് രാഷ്ട്രീയ മേഖലയിലുള്ള ഒരു സ്വാധീനം കുറഞ്ഞു വരുന്നതായിട്ട് പിതാവിന് തോന്നുന്നുണ്ടോ? സഭയ്ക്ക് രാഷ്ട്രീയ മേഖലയിലുണ്ടായ സ്വാധീനം തീർച്ചയായും കുറഞ്ഞു വന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റ് സംഘടിത സ്വഭാവങ്ങളും കൊണ്ട് സഭയ്ക്ക് സമൂഹത്തിൽ വളരെ ശക്തമായ ഒരു മേൽക്കൈ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഇതര സമുദായങ്ങളും സമൂഹങ്ങളുമൊക്കെ ഈ ഒരു രീതിയിൽ വളരെ സഭയുടെ ശൈലിയെ സ്വീകരിച്ചുകൊണ്ട് തന്നെ വളരെ സംഘടിതമായ രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിച്ചു വന്നപ്പോൾ അവരും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിപ്പെട്ടു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് സഭയ്ക്കുണ്ടായിരുന്നൊരു മേൽക്കൈ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോഴും അതിൽ ആശങ്കപ്പെടേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇതര സമുദായങ്ങളും ഇപ്രകാരം സംഘടിതരായി വളർന്നു വരികയും അവരുടെ അവകാശങ്ങളെ നേടിയെടുക്കുകയും ചെയ്യണം. സഭാചരിത്രം പരിശോധിച്ച് നമുക്കറിയാം, സവർണർക്ക് മാത്രം വോട്ടവകാശം ഉണ്ടായിരുന്ന തിരുവിതാംകൂർ പ്രജാസഭയിൽ എല്ലാവർക്കും വോട്ടവകാശം കൊടുക്കണമെന്ന് പറഞ്ഞ് വാദിച്ചത് ഇവിടുത്തെ ക്രൈസ്തവരാണ്. അഖില കേരള കത്തോലിക്ക കോൺഗ്രസ്സാണ് അതിനുവേണ്ടി വാദിച്ചത്. ഈഴവ മെമ്മോറിയൽ, മലയാളി മെമ്മോറിയൽ, അങ്കമാലി പടിയോല, ഇങ്ങനെ തുടങ്ങിയ വിവിധങ്ങളായ സമരങ്ങൾ കേരള സമൂഹത്തിൽ സഭ തന്നെ മുൻകൈയെടുത്ത് സംഘടിപ്പിച്ചതാണ്. സഭ ഒരിക്കലും സ്വന്തം സമുദായത്തിൻ്റെ മാത്രം നന്മയെ ലക്ഷ്യമാക്കുന്ന ഒരു സാമൂഹിക ഇടപെടലിന് നാളിതുവരെയും പരിശ്രമിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അതിന് പകരം തങ്ങളുടെ സമൂഹം വളരുന്നതോടൊപ്പം അവഗണിക്കപ്പെട്ടവരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായ എല്ലാവരും വളരണം എന്നതായിരുന്നു സഭയുടെ നിലപാട്. ആ ഒരു നിലപാട് അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് ഒരു ചാരിതാർത്ഥ്യം സഭയ്ക്ക് സമകാലിക സമൂഹത്തെ വിലയിരുത്തുമ്പോഴുണ്ടെന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. പക്ഷേ ഇവിടെ ഉന്നയിക്കപ്പെട്ട ചില വിഷയങ്ങൾ എന്നാൽ ഈ ഒരു പൊതു നന്മയെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള സാമൂഹിക ഇടപെടലിൽ നിന്ന് ചില സമുദായങ്ങൾ മാറി നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ അടിസ്ഥാനപരമായ പ്രശ്നം. ഈ ജനാധിപത്യത്തിൽ ജനസംഖ്യാനുപാതികമായി ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ, അവകാശങ്ങൾ തങ്ങളുടെ നിക്ഷിപ്ത താല്പര്യങ്ങളോ ഭരണകൂടത്തിലെ സ്വാധീനമോ ഉപയോഗിച്ചുകൊണ്ട് അന്യായമായി കൈവശം വയ്ക്കാൻ ചിലർ പരിശ്രമിച്ചു എന്നുള്ളതാണ് 80-20% പിന്നാമ്പുറത്ത് സംഭവിച്ച യഥാർത്ഥ പ്രശ്നം എന്ന് നമുക്കറിയാം. അതിനെ തിരിച്ചറിയാനും സമയോചിതമായി ഇടപെടാനും സഭയ്ക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു സമൂഹം എന്ന നിലയിൽ സഭാ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന വീഴ്ച തന്നെയാണ്. എന്നാൽ അത് തിരിച്ചറിഞ്ഞപ്പോൾ നിയമപരമായ നടപടികളിലൂടെ സഭയുടെ മക്കൾ തന്നെ തങ്ങളുടെ അവകാശം നേടിയെടുക്കാൻ പരിശ്രമിക്കുന്നുണ്ട്. അത്തരം പരിശ്രമങ്ങളൊക്കെ വിജയത്തിലേക്ക് നീങ്ങുന്നതിൻ്റെ സൂചനകളുമുണ്ട്. കാരണം അത് നീതി സഭയുടെ ഭാഗത്താണ് എന്നുള്ളത് കൊണ്ടാണ്. വർഗീയതയിലൂടെ എന്തെങ്കിലും നേടിയെടുക്കാൻ സഭ ആഗ്രഹിക്കുന്നില്ല. സാമുദായിക വിദ്വേഷം ഉയർത്തിക്കൊണ്ടും എന്തെങ്കിലും നേടിയെടുക്കാൻ സഭ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒരു രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥിതി, ഭരണഘടന വിഭാവനം ചെയ്യുന്ന സമത്വത്തിൻ്റെ അവകാശങ്ങൾ, അത് സഭയുടെ നിലപാട് തന്നെ. പിതാവെ, നമുക്കറിയാം ഈ ഇടയ്ക്ക് നമ്മുടെ കുർബാന ഏകീകരണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒത്തിരിയേറെ വിവാദങ്ങൾ വരുന്നുണ്ട്. ഒരു അനൈക്യത്തിൻ്റെ ഒരു നമുക്കറിയാം സമരങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഇത് പല വിശ്വാസികളും, സാധാരണക്കാരായ വിശ്വാസികൾ ഒരു സഭയോടൊരു നിസ്സംഗത സൃഷ്ടിക്കുന്നുണ്ട്. ഇത് നമുക്ക് എങ്ങനെ മറികടക്കാൻ സാധിക്കും? യെസ്,
ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അനൈക്യം എന്ന് പറയുന്നതിന് നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ്. വ്യത്യസ്തതകളെ അനൈക്യമായിട്ട് കരുതേണ്ട കാര്യമില്ല, അല്ലേ? ഇപ്പോൾ ജോർജ് താടി വെച്ചിരിക്കുന്നു, ഞാൻ താടി ഇല്ലാതിരിക്കുന്നു. ഇത് ഒരു വ്യത്യാസമാണ്. ഈ വ്യത്യാസം നമ്മളുടെ ഇടയിൽ ഒരു അനൈക്യമല്ല എന്ന് പറയുന്നത് പോലെ സഭയിൽ വ്യത്യസ്ത ചിന്താധാരകളുണ്ട്. അത് സ്വാഭാവികമാണ്, എക്കാലത്തും അതുണ്ട്. പൗരസ്ത്യ സഭകളും പാശ്ചാത്യ സഭകളും തമ്മിൽ ചിന്തകളിൽ വ്യത്യാസമുണ്ട്. ഓരോ പ്രദേശത്തെയും മനുഷ്യരുടെ ചിന്താഗതികളിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഇവിടെ മലബാറിലെ മനുഷ്യർ ചിന്തിക്കുന്ന പോലെ അല്ല തിരുവിതാംകൂറിലെ ആളുകൾ പല കാര്യങ്ങളെ മനസ്സിലാക്കുന്നു. ആ വ്യത്യാസങ്ങളെ പരസ്പരം ആദരവോടെ നോക്കിക്കാണുക. പല കാര്യങ്ങളിലും വ്യത്യാസങ്ങൾ വരുമ്പോൾ സഭയുടെ നേതൃത്വത്തിലുള്ളവർ അല്ലെങ്കിൽ പരിശുദ്ധ മാർപ്പാപ്പ അതേക്കുറിച്ചൊരു തീർപ്പ് കൽപ്പിക്കുമ്പോൾ അത് നമ്മളെല്ലാവരും അനുസരിക്കുക. അങ്ങനെയാണ് ഈ വ്യത്യാസങ്ങൾ ഐക്യത്തിന് ഹാനികരമാകാത്ത രീതിയിൽ 21 നൂറ്റാണ്ടുകളായി സഭ കൈകാര്യം ചെയ്തിരുന്നു. ആ ഒരു ശൈലിക്ക് സമീപകാലത്ത് മാറ്റം വന്നു എന്നുള്ളതാണ് സഭ നേരിടുന്ന ഒരു ധർമ്മസങ്കടം. പലപ്പോഴും അതിനെ തെരുവിലിറങ്ങി സമരം ചെയ്യാൻ വൈദികരടക്കം മുന്നോട്ട് വന്നത് സഭയ്ക്ക് ഏൽപ്പിച്ച മുറിവും അതിലൂടെ വിശ്വാസികൾക്കിടയിലുണ്ടായ സങ്കടവും വളരെ വലുതാണ് എന്നുള്ളത് അതിന് മുൻകൈ എടുത്തവർ തന്നെ മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുക. അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ആവർത്തിക്കപ്പെടാതെ വ്യത്യാസങ്ങളെയും പ്രതിസന്ധികളെയും നേരിടാൻ സഭാത്മകമായൊരു വഴിയുണ്ട് നമുക്ക്. ആ വഴികൾ തിരഞ്ഞെടുക്കുകയും ഉത്തരവാദപ്പെട്ടവരുടെ അടുക്കൽ അത് പരാതികളായി സമർപ്പിക്കുകയും അവിടെ നിന്ന് വരുന്ന തീർപ്പുകളെ അംഗീകരിക്കുകയും ചെയ്യുക. നമ്മളെല്ലാം ചെയ്യുന്ന അങ്ങനെയാണല്ലോ. ഇപ്പോൾ നാട്ടിലൊരു പ്രശ്നമുണ്ടായി, ഒരു എതിരഭിപ്രായം വന്നു, അതിനെതിരായി കോടതി കേസ് കൊടുക്കുന്നു. ഹൈക്കോടതി തള്ളിയെങ്കിൽ സുപ്രീം കോടതി പോയി അതിനെ വിധി മേടിക്കുന്നു. സുപ്രീം കോടതി ഒരു വിധി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാനത് അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുമ്പോഴാണ് ഞാനൊരു ഇന്ത്യൻ പൗരനായി ജീവിക്കാൻ അവകാശമുള്ളത്. എന്നതുപോലെ കത്തോലിക്കാ സഭയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ റോമാ മാർപ്പാപ്പ ഒരു തീർപ്പ് കൽപ്പിച്ചു കഴിഞ്ഞാൽ അതിനെ ഞാൻ അനുസരിച്ച് ജീവിക്കുന്നെങ്കിൽ മാത്രമേ എനിക്ക് ഒരു കത്തോലിക്കനായി ജീവിക്കാൻ അവകാശമുള്ളൂ. ഇല്ല എങ്കിൽ ഞാൻ കത്തോലിക്കാ സഭയ്ക്ക് വെളിയിലാണ്. പരിശുദ്ധ പിതാവിനെ ധിക്കരിച്ചുകൊണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്താൽ അത് ഏത് സംവിധാനത്തിൽ, ഏത് രാഷ്ട്രീയ പാർട്ടി പോലും അതെ, ആ ഒരു അച്ചടക്കം നഷ്ടപ്പെട്ടുകൊണ്ട് സഭാജീവിതം നടത്താനാവില്ല എന്ന് നാം എല്ലാവരും തിരിച്ചറിയണം. ഈ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയുന്നവരുടെ എല്ലാ അഭിപ്രായം പാപമാണെന്നോ അതിനകത്ത് ഒരു അടിസ്ഥാനമില്ലെന്നോ ഒന്നും അല്ല ഞാൻ പറയുന്നത്. മറിച്ച് ഈ വ്യത്യസ്തതകൾ എക്കാലവും സഭയിലുണ്ടായിരുന്നുവെന്നും ആ വ്യത്യസ്തതകളിൽ സഭ അന്തിമമായി തീർപ്പ് കൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വ്യക്തിപരമായ നിലപാടുകളും വ്യത്യസ്ത വീക്ഷണങ്ങളും മാറ്റിവെച്ചുകൊണ്ട് അന്തിമ വിധി തീർപ്പിനൊപ്പം നിൽക്കണം. അതാണ് 21 നൂറ്റാണ്ട് സഭയെ നിലനിർത്തിയ സത്യം എന്ന് നമ്മളെല്ലാവരും തിരിച്ചറിയണം. പിതാവ് പലപ്പോഴും ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ദുരുപയോഗത്തിൻ്റെ ഏറ്റവും വലിയ ഇരയായി പലപ്പോഴും കത്തോലിക്ക സഭ മാറുന്നുണ്ട്. നമുക്കറിയാം, സിനിമകളിലൂടെയും കലകളിലൂടെയും സഭയുടെ കുദാശകൾ, സന്യസ്തര്, വൈദികരൊക്കെ അവഹേളിക്കപ്പെടുന്നു. ഈ ആർക്കും കയറിക്കൊട്ടാവുന്ന ഒരു ചെണ്ടയായി മാറുകയാണോ കത്തോലിക്ക സഭ? യെസ്, ഇവിടെ പറഞ്ഞത് വളരെ ഒരു വലിയ സത്യമാണ്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ഒരു ഏതാനും വർഷങ്ങളായിട്ട് മലയാള സിനിമയെ പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ സംഘടിതമായ ഒരു ക്രൈസ്തവ വിരോധം, അതല്ല എങ്കിൽ ക്രിസ്തീയ ആചാരങ്ങളെ അധിക്ഷേപിക്കാനുള്ള ബോധപൂർവമായ ശ്രമം, ക്രിസ്തീയതയുടെ ഐഡൻറ്റിറ്റിയായ അവരുടെ നിലനിൽപ്പിന് തന്നെ ആധാരമായ കൂദാശകളെ ബോധപൂർവ്വം അധിക്ഷേപിക്കുന്ന ശൈലി നമ്മുടെ സിനിമയിൽ കാണാം. പ്രത്യേകിച്ച് നമുക്കറിയാം കുമ്പസാരം എന്ന കൂദാശ. കുമ്പസാരം എന്ന കൂദാശയെ ഒരുപക്ഷെ ഈ സഭയ്ക്ക് വെളിയിലുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കാത്തൊരു കാര്യമാണ്. അവർ അതേക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ കൊണ്ടാണോ അതോ ഈ കൂദാശയിൽ നിന്ന് മനുഷ്യനെ അകറ്റുക എന്നുള്ള നിർബന്ധ ബുദ്ധിയോടെയുള്ള തീരുമാനത്തോടെയാണോ ഈ അടുത്ത കാലങ്ങളിലായിട്ട്, ഞാനങ്ങനെ സിനിമ എല്ലാം കാണുന്ന ഒരാളല്ല, പക്ഷേ പലപ്പോഴും ഈ കൂദാശകളെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള പല സീനുകളും ഞാൻ കാണാനിട വന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം എനിക്ക് തോന്നിയിട്ടുള്ളത് കുമ്പസാരക്കൂടിനെയും കുമ്പസാരക്കൂട്ടിലിരിക്കുന്ന അച്ഛൻ്റെയും അച്ഛൻ്റെ ചിന്താഗതികളെയും അച്ഛൻ്റെ താല്പര്യങ്ങളെയും ഒക്കെ അങ്ങേയറ്റം അപഹാസ്യമായി ചിത്രീകരിക്കുന്ന, അത് ആ കഥയുമായി
ഒരു ബന്ധവും ഇല്ല എങ്കിൽ പോലും അത്തരത്തിലുള്ള ചിത്രീകരണങ്ങൾ നടത്തുന്നത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. അനേകം സിനിമകൾ ക്രിസ്തീയ പേരുകളോടുകൂടി ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ആധാരശിലകളെ പേരുകളായി സ്വീകരിച്ചുകൊണ്ട് അവതരിപ്പിക്കുകയും ബോധപൂർവമായ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ നിരാസത്തിന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പലപ്പോഴും ഇത്തരം സിനിമകളുടെ നിർമ്മാതാക്കളെയും അതിൻ്റെ സംവിധായകരെയും ഒക്കെ പരിശോധിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ വർഗീയ ലക്ഷ്യങ്ങളുണ്ടോ എന്ന് സംശയിക്കാൻ തക്ക സ്പേസ് സഭയ്ക്കുണ്ട് എന്ന് മാത്രമേ അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. പിതാവെ, പണ്ടത്തെക്കാളൊക്കെ ഉപരി വളരെയധികം പ്രതിസന്ധികളിലൂടെയും കെണികളിലൂടെയൊക്കെയാണ് നമ്മുടെ യുവജനങ്ങൾ കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് നേരത്തെ നാം സൂചിപ്പിച്ചതുപോലെ ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ് പോലുള്ള വലിയ കെണികൾ യുവജനങ്ങളെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഒരു കാലോചിതമായ ഒരു പരിഷ്കരണം നമ്മുടെ വേദപാഠ ക്ലാസ്സുകളിലൊക്കെ നടപ്പാക്കേണ്ടതല്ലേ? അതോടൊപ്പം തന്നെ വേദപാഠത്തിൻ്റെ ഒരു അധ്യാപന ശൈലിയിലും. തീർച്ചയായും ഏത് മേഖലകളിലും കാലോചിതമായ മാറ്റങ്ങൾ ആവശ്യമുണ്ട് എന്നത് തന്നെയാണ് സഭയുടെ നിലപാട്. അതിനകത്ത് വ്യത്യാസമില്ല. പക്ഷേ നമുക്ക് പഠിപ്പിക്കാനുള്ള നിത്യസത്യങ്ങൾ മാറ്റമില്ലാത്തതാണ് എന്നുകൂടി നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട്. പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്, ഈ വേദപാഠം പഠിപ്പിച്ചിട്ട് എന്നാ ഗുണം? 12 കൊല്ലം വേദപാഠം പഠിപ്പിച്ചിട്ടും പിള്ളേർ പലരും വഴിതെറ്റി പോകുന്നുണ്ടോ? അങ്ങനെ നമ്മളൊരു സ്വീപ്പിംഗ് കമൻറ്റുകൾ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കുഞ്ഞുങ്ങളിൽ 99% സഭയോടൊത്തു തന്നെയാണ് ജീവിക്കുന്നത്. അങ്ങനെ ജീവിക്കാൻ അവരെ പരിശീലിപ്പിച്ചത് ഈ പാവപ്പെട്ട മതാധ്യാപകരുടെ ശുശ്രൂഷകളാണ്. അതിന് ഒരിക്കലും നമ്മൾ വില കുറച്ച് കാണാൻ പാടില്ല. അവർ ചെയ്തത് മഹത്തായൊരു ശുശ്രൂഷയാണ്. ഇനി ഇതൊന്നുമില്ലാത്തവർ ചെയ്യുന്നത് കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ടല്ലോ എന്ന് ചിലർ ചോദിക്കാറുണ്ട്. സമ്മതിച്ചു. പക്ഷേ ക്രിസ്ത്യാനിയുടെ വിശ്വാസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവൻ മറ്റെല്ലാവരും വിശ്വസിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായ കാര്യങ്ങൾ വിശ്വസിക്കാൻ വിളിക്കപ്പെട്ടവനാണ്. ദൈവം ഒന്നുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ എളുപ്പമുണ്ട്. ദൈവം ഒരുപാടുണ്ടെന്ന് പറഞ്ഞാലും വിശ്വസിക്കാൻ എളുപ്പമാണ്. പക്ഷേ 3 പേർ ചേർന്ന ഒരു ദൈവം എന്ന് പറഞ്ഞത് അത് ഈ മതബോധന ക്ലാസ്സിൽ പരിശീലിച്ച് പഠിച്ചെങ്കിൽ മാത്രമേ അത് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. ഒരേ സമയം ദൈവവും മനുഷ്യനും, നിത്യനായ ദൈവം കുരിശേൽ മരിച്ചു എന്ന് പറയുന്നത്, ലോകത്തിൻ്റെ മുഴുവനും ഉടയവനായ ദൈവം ഇതാ ഒരു കുഞ്ഞു ഗോതമ്പപ്പത്തിൽ സത്യമായും വ്യക്തിപരമായും സന്നിഹിതമാണ്. നമ്മളുടെ വിശ്വാസത്തിൻ്റെ ഉള്ളടക്കങ്ങളൊക്കെയും സാമാന്യ ബുദ്ധിക്ക് ഗ്രഹിക്കാൻ പറ്റാത്ത സത്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ വിശ്വാസ പരിശീലനം എന്ന് പറയുന്നത് കേവലം ഒരു സാമുദായിക ശാക്തീകരണം മാത്രമല്ല, നമ്മുടെ വിശ്വാസത്തിൻ്റെ അകക്കാമ്പുകളെക്കുറിച്ചുള്ള ഒരു ബലപ്പെടുത്തലാണ്. ആ ബലപ്പെടുത്തൽ നമ്മുടെ മതബോധനത്തിൽ കാര്യമായി സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വൈരുദ്ധ്യാത്മകമായ സത്യങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ 95% വിശ്വാസികൾ സഭാമക്കളായി തുടരുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതേസമയം ചില കാലഘട്ടത്തിൽ ചില പ്രശ്നങ്ങൾ രൂപപ്പെട്ടു വരുന്നു എന്നുള്ളത് സത്യമാണ്. പ്രത്യേകിച്ച് ഈ സമകാലിക കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ ലവ് ജിഹാദ് എന്ന് പറയുന്നു ആ പേര് ഒരുപക്ഷെ പലരെയും ബുദ്ധിമുട്ടിക്കുന്നുണ്ടാകും. ജിഹാദ് എന്ന് പറയുമ്പോൾ മുസ്ലിം സഹോദരങ്ങൾ അതിനെ അവർ ആത്മീയ സമരമായിട്ടൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ആ പേര് അവർക്ക് വിഷമമുണ്ടാക്കുന്നതാണ്. അതിനെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത്. അവർ ജിഹാദ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന കാര്യമല്ല നമ്മൾ പറയുമ്പോൾ ഉദ്ദേശിക്കും. നമ്മൾ പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ ചതിയിലും കെണിയിലും പെടുത്തി, പ്രലോഭനങ്ങളിലും മയക്കുമരുന്നുകളിലും ഉൾപ്പെടുത്തി നമ്മുടെ കുഞ്ഞുങ്ങളെ വശീകരിച്ചു കൊണ്ടുപോയി വിവാഹം ചെയ്തു എന്ന വ്യാജേന അവരെ പീഡിപ്പിക്കുകയും അവരുടെ ജീവിതം അപകടത്തിലാക്കുകയും അവരെ നിത്യ ദുഃഖത്തിലേക്ക് കൈവിടുകയും ചെയ്യുന്ന ആ പ്രക്രിയയാണ് ഞങ്ങൾ എതിർക്കുന്നത്. തീർച്ചയായും ഒരുപാട് മതങ്ങൾ ഇടകലർന്ന് ജീവിക്കുന്ന ഭാരതത്തിൽ സ്വാഭാവികമായി 2 മതവിശ്വാസികൾ തമ്മിൽ പ്രണയത്തിലാകുകയോ അവർ വിവാഹം ചെയ്യുന്നതിനെ ഒന്നും അല്ല ഇവിടെ ഈ ലവ് ജിഹാദെന്നോ അല്ലെങ്കിൽ പീഡനമായോ നാർക്കോട്ടിക്കായോ ചെയ്യുന്ന ഈ ഒരു വശീകരണത്തെ നമ്മൾ വിളിക്കുന്നു. മറിച്ച് നമ്മളിവിടെ ഉദ്ദേശിക്കുന്ന സാമൂഹിക യാഥാർത്ഥ്യം എന്ന് പറയുന്നത് വളരെ വസ്തുതാപരവും അത് പ്രതിരോധം
ആവശ്യപ്പെടുന്നതുമായ ഒരു സാമൂഹിക പ്രശ്നമാണ്. പിതാവെ, ഈയിടയ്ക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഒരു വൈദികൻ്റെ ഒരു ഇൻ്റർവ്യൂ വളരെയധികം വിവാദത്തിലായിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹം പൗരോഹിത്യ ബ്രഹ്മചര്യത്തെക്കുറിച്ചൊക്കെ വളരെ വികലമായൊരു കാഴ്ചപ്പാടാണ് ഇൻ്റർവ്യൂവിൽ അവതരിപ്പിക്കുന്നത്. പൗരോഹിത്യ ബ്രഹ്മചര്യത്തിലൂടെ സഭാസ്ഥാപനങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ് അത്തരമൊരു സംവിധാനം ഉണ്ടാക്കിയതെന്നുള്ള രീതിയിലൊക്കെയുള്ള ഒരു വികല കാഴ്ചപ്പാടാണ് അദ്ദേഹം പങ്കുവച്ചത്. ഈ പൗരോഹിത്യ ബ്രഹ്മചര്യത്തിലൂടെ സഭ എന്താണ് ഉദ്ദേശിക്കുന്നത്? യെസ്, ഈ ഇൻ്റർവ്യൂ കൊടുത്ത അച്ഛൻ ഞങ്ങൾ ഒരുമിച്ച് മംഗലപ്പുഴ സെമിനാരി പഠിച്ച അച്ഛനാണ്. അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് വ്യക്തിപരമായി സെമിനാരി കാലത്തൊക്കെ വളരെ നല്ലൊരു വ്യക്തിയായിരുന്നു. എനിക്ക് വളരെ അടുത്ത സുഹൃത്തുമായിരുന്നു അദ്ദേഹം. ഇപ്പോഴും ഞങ്ങൾ സൗഹൃദത്തിൽ തന്നെയാണ്. അപ്പം അദ്ദേഹം എന്തർത്ഥത്തിലാണ് അങ്ങനെ പറഞ്ഞത്? അദ്ദേഹം ബ്രഹ്മചര്യം അനുസരിച്ച് ജീവിക്കുന്ന ഒരു കത്തോലിക്ക വൈദികൻ തന്നെയാണ്. എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം അദ്ദേഹം പറയുന്നത് തന്നെ വളരെയേറെ കോൺട്രഡിക്ഷൻസ് നിറഞ്ഞ ചില പ്രസ്താവനകളിലൂടെയാണ് പലരും അതേക്കുറിച്ച് നടത്തിയ പ്രതികരണങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അതിനകത്ത് തികച്ചും വൈരുദ്ധ്യാത്മകമായൊരു ചിന്താധാരയാണ് അദ്ദേഹം പുലർത്തിയത്. കത്തോലിക്ക സഭ എന്തുകൊണ്ട് വൈദിക ബ്രഹ്മചര്യത്തെ മുറുകെ പിടിക്കുന്നു? നമുക്കറിയാം, കത്തോലിക്ക സഭയിൽ വിവാഹിതരായ വൈദികരുള്ള സഭകളുണ്ട്. പൗരസ്ത്യ സഭകളിൽ ബഹുഭൂരിപക്ഷത്തിലും വിവാഹം ചെയ്ത വൈദികരാണുള്ളത്. അതുകൊണ്ട് വിവാഹത്തെ ഒരു മോശം പ്രക്രിയയായിട്ടോ പൗരോഹിത്യവുമായി ഒത്തുപോകാത്ത കാര്യമായിട്ടോ നമ്മൾ കരുതുന്നില്ല. അതുകൊണ്ട് പൗരോഹിത്യ ബ്രഹ്മചര്യം ആത്യന്തികമായി അവിവാഹിതനായി ബ്രഹ്മചാരിയായി ജീവിച്ച ക്രിസ്തുവിനെ അനുകരിക്കുന്ന ജീവിത ശൈലിയായിട്ട് നമ്മൾ മനസ്സിലാക്കണം. പുരോഹിതൻ ബ്രഹ്മചാരി ആയതുകൊണ്ടുള്ള ഏക ഗുണം എന്ന് പറയുന്നത് കല്ലും മണ്ണും സിമെൻറ്റും ഉപയോഗിച്ച് കെട്ടിടം പണിയുന്നത് മാത്രമാണ് എന്ന് ചിന്തിക്കുന്നത് പൗരോഹിത്യത്തെക്കുറിച്ചുള്ള വികലമായൊരു കാഴ്ചപ്പാടാണ്. പുരോഹിതൻ എല്ലാം പടുത്തുയർത്തുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അത് സഭയോടുള്ള സ്നേഹം കൊണ്ട്, തിരുസഭയെ സ്നേഹിക്കുന്നത് കൊണ്ട്, ഈ സഭയെ വളർത്തണം എന്ന ആഗ്രഹത്തോടെ. ഒരു പുരോഹിതൻ തന്നെയല്ലല്ലോ, ആ പുരോഹിതനോട് ചേർന്ന ദൈവജനം ഒന്നാകെ ഒരേ ദിശയിൽ ചിന്തിക്കുമ്പോഴാണ് ഒരു ദേശത്തൊരു പള്ളി ഉണ്ടാകുന്നത്, പട്ടക്കാർക്ക് വേണ്ടിയുള്ള മന്ദിരങ്ങൾ ഉണ്ടാകുന്നത്, ഇതൊക്കെയും സംഭവിക്കുന്നു. അവരാ പണിതൊന്നും ഒരു അച്ഛനും സ്വന്തമായി കൊണ്ടുപോകുന്നില്ല. ഒരച്ഛൻ 4-5 കൊല്ലം ഇരുന്ന് ചോര നീരാക്കി കഷ്ടപ്പെട്ട് ഒരു പള്ളി പണിയാൻ ദൈവജനത്തിന് നേതൃത്വം കൊടുക്കും. അദ്ദേഹം പള്ളി വഞ്ചരിച്ച് കഴിഞ്ഞ് പിറ്റേ ദിവസം അവിടെ നിന്ന് സ്ഥലം മാറിപ്പോകും. അദ്ദേഹം ഒന്നും കൊണ്ടുപോകുന്നില്ലല്ലോ. അതുകൊണ്ട് ഒരു വൈദികൻ എന്തുകൊണ്ട് ഇപ്രകാരം ദൈവജനത്തിന് സ്വീകാര്യമായി തീരുന്നു എന്ന് ചോദിച്ചാൽ, ആ വൈദികന് സ്വന്തമായ കുടുംബമില്ല. അതുകൊണ്ട് ഇടവകയിലെ എല്ലാ കുടുംബത്തിലെയും ഒരംഗത്തെ പോലെ വൈദികനെ കരുതാനും സ്നേഹിക്കാനും ദൈവജനത്തിന് സാധിക്കുന്നത് പുരോഹിതൻ ക്രിസ്തുവിനെ ഇപ്രകാരം അനുഗമിക്കുന്നത് കൊണ്ടാണ്. ക്രിസ്തുവിനോടുള്ള സ്നേഹം പുരോഹിതനോടുള്ള സ്നേഹമായി ദൈവജനത്തിൽ രൂപപ്പെടുന്നതിന് ക്രിസ്തുവിനെ അനുകരിക്കുന്ന ഈ ജീവിത ശൈലി സഹായകമാണ് എന്ന് സഭ കരുതുന്നുണ്ട്. ഉദയംപേരൂർ സൂനകദോസാണ് ഇപ്രകാരം ഇത് നിർബന്ധമാക്കിയത് എന്ന വിലയിരുത്തലൊക്കെ ചരിത്രപരമായി പരിശോധിക്കപ്പെടേണ്ട വിഷയങ്ങളാണ്. തീർച്ചയായും നമുക്കറിയാം, സഭയുടെ 3-ാം നൂറ്റാണ്ട് മുതലുള്ള കൗൺസിലുകളിൽ വൈദിക ബ്രഹ്മചര്യത്തെക്കുറിച്ചുള്ള കൃത്യമായ നിയമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ലിയോൺസ് കൗൺസിൽ ഇത് കർക്കശമുള്ള നിയമമാക്കി മാറ്റിയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം, ബൈബിളിൽ 73 പുസ്തകമുണ്ട് എന്ന് കൃത്യമായി പഠിപ്പിച്ചത് ത്രന്തോസ് ഊനകദോസാണ്. ത്രന്തോസ് ഊനകദോസിന് മുമ്പ് ബൈബിളിൽ പുസ്തകങ്ങളില്ലായിരുന്നു എന്ന് അതിനർത്ഥമില്ലല്ലോ. ഒരു കാര്യത്തെക്കുറിച്ച് ഒരു തർക്കം വരുമ്പോൾ വളരെ കണിശമായൊരു പഠനം സഭ നൽകുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതിനു മുമ്പ് അതില്ലായിരുന്നു എന്നല്ല. 1546 ത്രന്തോസ് ഊനകദോസ് പറഞ്ഞപ്പോഴാണോ ബൈബിൾ ഉണ്ടായത് എന്ന് ചോദിച്ചാൽ അല്ല. എന്നതുപോലെ സഭയിൽ നിലനിന്നിരുന്ന പാരമ്പര്യങ്ങളെ സൂനകദോസുകൾ കാലാകാലങ്ങളിൽ ഊന്നിപ്പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. പിതാവ്, പലപ്പോഴും ഈ പ്രത്യേകിച്ച് കേരള സഭയെ ബാധിക്കുന്ന ചില വിഷയങ്ങൾ
ഉദാഹരണം അതിൽ ഒരു ഒറ്റക്കെട്ടായി കേരള സഭയുടെ ഒരു ശബ്ദം എന്ന രീതിയിൽ പലപ്പോഴും നമുക്ക് പ്രതികരിക്കാൻ സാധിക്കുന്നുണ്ടോ? ഒരു ഉദാഹരണം ഇപ്പം തീരദേശ മേഖലയെ ബന്ധപ്പെട്ട വിഷയം വരുമ്പോൾ അത് ലാറ്റിൻ ചർച്ചിനെ ബാധിക്കുന്നു, അല്ലെങ്കിൽ മലയോര മേഖലയെ ബന്ധപ്പെട്ട വിഷയം വരുമ്പോൾ അത് സീറോ മലബാർ. ഒരു ഒറ്റക്കെട്ടായി കേരള സഭയുടെ ഒരു ഏക ശബ്ദം എന്ന രീതിയിൽ പല വിഷയങ്ങളും നമുക്ക് പ്രതികരിക്കാൻ സാധിക്കാതെ പോകുന്നു എന്നൊരു ആശങ്ക പിതാവിനുണ്ടോ? തീർച്ചയായും അങ്ങനെ സഭയുടെ നാളിതുവരെയുള്ള ചരിത്രത്തിൽ ഇങ്ങനെ സ്വരങ്ങൾ ഒറ്റപ്പെട്ടതോ വിഭജിക്കപ്പെട്ടതോ ആയി മാറിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ പങ്കെടുത്ത KCBCകളിൽ ഈ ഒരു വികാരം പിതാക്കന്മാർ തന്നെ 3 റീത്തിലെയും പിതാക്കന്മാർ പങ്കുവയ്ക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ തീരദേശ മേഖലയുടെ പ്രശ്നം ഏതാനും ലത്തീൻ രൂപതകളുടെ വിഷയമായിട്ട് നമ്മൾ എടുക്കരുത് എന്ന നിലപാടാണ് KCBC സമീപകാലത്ത് സ്വീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വന്യമൃഗശല്യങ്ങൾ ഈ മലയോരത്തുള്ള ഏതാനും സീറോ മലബാർ രൂപതക്കാരുടെ വിഷയമായിട്ട് അതിനെ എടുക്കരുത് എന്നും, കർഷകരുടെയും നമ്മുടെ വിശ്വാസികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ സഭയുടെ മുഴുവനും പ്രശ്നമായി കരുതി സമീപനങ്ങൾ സ്വീകരിക്കണം എന്നാണ് സമീപകാലത്ത് മെത്രാന്മാരുടെ ഇടയിൽ എത്തിയിട്ടുള്ള ധാരണ. ഈ കഴിഞ്ഞ KCBC സമ്മേളനങ്ങൾക്ക് ശേഷം പുറത്തു വന്നിട്ടുള്ള പ്രതികരണങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും, സഭ ഒന്നാകെ തീരദേശവാസികളുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്, വന്യമൃഗശല്യങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. 80-20% റീത്തുകൾക്ക് അതീതമായ ഏകസ്വരത്തിൽ സംസാരിക്കാൻ KCBCക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയും വളരെ ഭാവാത്മകമായ സമീപനങ്ങൾ സഭയിൽ വളർന്നു തുടങ്ങി എന്നുള്ളതിൻ്റെ സൂചനകളാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. പിതാവ് മധ്യ തിരുവിതാംകൂറിൽ നിന്ന് മലബാർ മേഖലയിലേക്ക് ആദ്യമായി കുടിയേറിയ ആദ്യത്തെ കുടുംബങ്ങളിലൊന്നാണ് പിതാവിൻ്റെ കുടുംബം. പിതാവിൻ്റെ കുടുംബത്തെക്കുറിച്ച് ഒന്ന് പങ്കുവയ്ക്കാം. യെസ്, എൻ്റെ പിതാവ് ഒരു 13-14 വയസ്സുള്ള കാലത്ത് മലബാറിലേക്ക് കുടിയേറിയ വ്യക്തിയിൽപ്പെട്ടതാണ്. 1940കളുടെ അവസാനം അവർ മലബാറിലേക്ക് കുടിയേറിയവരാണ്. അപ്രകാരം കുടിയേറിയ ഈ കുടുംബത്തിൽ അവർ മൂത്ത 3 ആണുങ്ങൾ ഒരുമിച്ച് വന്ന് ഇവിടെ കുറേ ഭൂമി വാങ്ങുകയും ഇവിടെ അത്യാവശ്യം കൃഷി ചെയ്ത് ഉപജീവനത്തിൻ്റെ വഴികൾ ഒരുക്കിയ ശേഷമാണ് മാതാപിതാക്കളെ അടക്കം മറ്റ് സഹോദരങ്ങളെ അവരിങ്ങോട്ട് കൊണ്ടുവന്നത്. ഈ മലബാർ കുടിയേറ്റത്തിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിച്ച് വളർന്നവരാണ് സത്യത്തിൽ എൻ്റെ മാതാപിതാക്കൾ എന്നെനിക്കറിയാം. അത് ആ ഒരു കഷ്ടതകളിലൂടെയാണ് ഞങ്ങളും കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ തൊട്ട് വളർന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കുടിയേറ്റ ജനതയുടെ ദുഃഖങ്ങളും അവർ കടന്നു പോകുന്ന പ്രതിസന്ധികളും അവർ അഭിമുഖീകരിക്കുന്ന ആശങ്കകളും എനിക്ക് വളരെ ആഴത്തിലും വ്യക്തമായും മനസ്സിലാക്കാൻ പറ്റും എന്നാണ് എൻ്റെ വിചാരം. അതുകൊണ്ട് തന്നെ കുടിയേറ്റക്കാർ ഏത് പ്രതിസന്ധികളുമായി വരുമ്പോഴും അവിടെ ഓടിയെത്താൻ എന്നെ പ്രേരിപ്പിക്കുന്നത് ഇത് എൻ്റെയും കൂടി ജീവിതാനുഭവമാണ് എന്നുള്ളതുകൊണ്ട്. പിതാവ് സൂചിപ്പിച്ചത് പിതാവിൻ്റെ വലിയൊരു കുടുംബം തന്നെയാണ്. ആ കുടുംബത്തിൽ ലഭിച്ചൊരു ഫോർമേഷൻ പിതാവിന് ഒത്തിരിയധികം പ്രയോജനം ചെയ്തിട്ടില്ലേ? തീർച്ചയായും നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ലഭിക്കുന്നതാണ് ആത്യന്തികമായി നമ്മളാക്കി തീർക്കുന്നത്. ഏറ്റവും വലിയ പരിശീലന കളരി തീർച്ചയായും നമ്മുടെ കുടുംബങ്ങളാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ തന്നെയാണ് എൻ്റെ മാതാപിതാക്കളുടെ വിശ്വാസ തീഷ്ണതയും തിരുസഭയോട് അവർ പുലർത്തിയ കറകളഞ്ഞ സ്നേഹവും ഇടവകയിലെ വികാരിച്ചന്മാരെക്കുറിച്ച് സംസാരിക്കുമ്പോഴും അവരോട് ഇടപെടുമ്പോഴും അവർ പുലർത്തിയ ആദരവും സ്നേഹവും ഒക്കെ കണ്ടിട്ടാണ് എനിക്ക് വൈദികനാകാൻ ഉള്ള കൃപ ലഭിച്ചത് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ദിവസം പോലും സന്ധ്യാപ്രാർത്ഥന മുടക്കരുതെന്നും ഒരു തിരുസഭയുടെ കൽപ്പനകളിൽ അണുപോലും വ്യത്യാസം വരുത്താതെ ജീവിക്കണം എന്നും നോമ്പും ഉപവാസവും പ്രാർത്ഥനകളും ഒക്കെ കൃത്യമായി ചെയ്യണമെന്നും ഒക്കെ ഞങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളുടെ അമ്മയാണ്. അപ്രകാരമുള്ള കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന ആ വലിയ പരിശീലനമാണ് ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുന്നത് എന്നത് സത്യമാണ്. വലിയ കുടുംബം തീർച്ചയായും സഭയ്ക്ക് ഒരു ബ്ലെസ്സിങ് തന്നെയാണ്. തീർച്ചയായും നമ്മുടെ സഹോദരങ്ങൾ എണ്ണം ഞങ്ങൾ 7 മക്കളുള്ള ഒരു കുടുംബത്തിലെ 5ാമത്തെ വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഏത് പ്രതിസന്ധികളിലും എപ്പോഴും നമുക്ക് കരുത്തായി ബലമായി നമ്മുടെ ഒപ്പം നിൽക്കുന്ന നമ്മുടെ സഹോദരങ്ങളാണ്. അത് എനിക്ക് വേണ്ടി മാത്രമല്ല, ഏത് സഹോദരങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എല്ലാവരും ഒരുമിക്കുകയും പിന്തുണയ്ക്കുകയും സഹായിക്കുകയും ചെയ്യുന്നത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്.
വലിയ കുടുംബങ്ങളിലേ അത് സാധ്യമാവുകയുള്ളൂ എന്നുള്ളതാണ് ഒരു സത്യം. അതുകൊണ്ട് പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ മാതാപിതാക്കൾക്ക് നൽകിയൊരു ഉപദേശമുണ്ട്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾക്ക് നൽകാവുന്ന ഏറ്റവും അമൂല്യമായ സമ്മാനം അവന് അവൾക്ക് സഹോദരങ്ങളെ നൽകുക എന്നുള്ളതാണ്. ശരിക്കും ബാക്കി എല്ലാ സമ്മാനവും താൽക്കാലികമാണ് എങ്കിൽ മരണം വരെയും നമുക്ക് പിൻബലം നൽകുന്ന സഹായം, അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ സഹോദരങ്ങളാണ്. ഈ സാഹോദര്യത്തിൻ്റെ സൗന്ദര്യത്തോളം സുന്ദരമായത്, ബലപ്പെടുത്തുന്നത് ഈ ഭൂമിയിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് പലപ്പോഴും സംശയം തോന്നും. അതുകൊണ്ടാണ് പൗരോഹിത്യ സാഹോദര്യം എന്ന് നമ്മൾ എല്ലാ ഇന്ത്യക്കാരും സഹോദരന്മാരാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും നമ്മൾ ഈ കുടുംബത്തിലെ സാഹോദര്യത്തിൻ്റെ ഹൃദ്യത നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് എല്ലാ നന്മകളെയും നമ്മൾ സാഹോദര്യം എന്ന് വിളിക്കുന്നത്. കുടുംബത്തിൽ ഈ സാഹോദര്യം അനുഭവിക്കാത്തവന് മതസാഹോദര്യം എന്ന് പറഞ്ഞാൽ മനസ്സിലാകില്ല. അവന് രാജ്യത്തിലെ പൗരന്മാരുടെ സാഹോദര്യം എന്ന് പറഞ്ഞാൽ അവന് മനസ്സിലാകില്ല. എല്ലാ നന്മകളെയും നമ്മൾ സാഹോദര്യം കൊണ്ട് അഭിസംബോധന ചെയ്യുന്നത് ഈ കുടുംബ സാഹോദര്യത്തിന്റെ ഗൃഹാതുരത്വം കൊണ്ടാണ്. പ്രത്യേകിച്ച് പിതാവെ, ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു ഈ പ്രണയക്കെണികൾ, അതുപോലെ തന്നെ നമ്മുടെ യൂത്തിനെ ബാധിക്കുന്ന വെല്ലുവിളി തന്നെയാണ്. പ്രത്യേകിച്ച് ലഹരിയുടെ അതിഭീകരമായ ഒരു വ്യാപനം, പ്രത്യേകിച്ച് നമ്മുടെ മലയോര മേഖലയിലും നമ്മുടെ നഗരങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് ദിനംപ്രതി ഈ ലഹരി വേട്ടകളെ കുറിച്ചുള്ള വാർത്തകളൊക്കെ വരുന്നു. ഇതിനെതിരെ ഒരു കൃത്യമായിട്ടൊരു ബോധവൽക്കരണ ക്യാമ്പയിൻ അല്ലെങ്കിൽ ഇതിനെ അഡ്രസ്സ് ചെയ്യാനുള്ള കൃത്യമായിട്ടുള്ളൊരു മാസ്റ്റർ പ്ലാൻ സഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതല്ലേ? ഈ നാർക്കോട്ടിക് മേഖലകളിൽ സംഭവിക്കുന്ന വലിയ വിപ്ലവകരമായ ദുരന്തങ്ങൾ അത് സഭ മാത്രം വിചാരിച്ചാൽ പരിഹരിക്കാൻ പറ്റുന്നൊരു വിഷയമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. തീർച്ചയായും സഭയ്ക്ക്, സഭയുടെ മക്കളുടെ ഇടയിലും സഭാ സ്ഥാപനങ്ങളിലേക്ക് കടന്നു വരുന്ന പൊതു സമൂഹത്തോടും സംവദിക്കാനുള്ള സ്പേസ് ഉണ്ട്. അത് സഭ ഫലപ്രദമായി ചെയ്യുകയും വേണം. എന്നാൽ എനിക്ക് തോന്നുന്നു ഇത് രാജ്യരക്ഷയെപ്പോലും അപകടത്തിലാക്കുന്ന വലിയ ഒരു ശൃംഖല ഇതിൻ്റെ പിന്നിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. ഇന്ത്യ എന്ന ഈ മഹത്തായ രാജ്യത്തെ നേരിട്ട് തോൽപ്പിക്കുക അസാധ്യമാണ് എന്ന് കരുതുന്ന പല ശക്തികളും ഇവിടെ മയക്കുമരുന്ന് നൽകി ഇവിടുത്തെ കുഞ്ഞുങ്ങളെയും അതുപോലെ തന്നെ യുവജനങ്ങളെയും ഇല്ലാതാക്കാൻ വേണ്ടി വളരെ സംഘടിതമായ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട് എന്നാണ് പല ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത്. പാലാ പിതാവ് പറഞ്ഞ ഈ ഒരു നാർക്കോട്ടിക് പ്രോബ്ലത്തെക്കുറിച്ച് പറഞ്ഞത് ഈ ഒരു സത്യം തന്നെയാണ്. ഇവിടെ നമുക്കറിയാം, മുൻ DGP തന്നെ പറയുന്നുണ്ട്, ഇവിടെ ചില തീവ്രവാദ സംഘടനകളുടെ, അതായത് പാകിസ്ഥാനിൽ വേരുകളുള്ള സംഘടനകളുടെ സ്ലീപ്പിംഗ് സെല്ലുകൾ ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് പറയുമ്പോൾ അതിനെയൊക്കെയാണ്, ഇതൊരു മതത്തിൻ്റെ വിഷയമായിട്ടല്ല ഞാൻ പറയുക. അങ്ങനെ രാജ്യരക്ഷയെ അപകടപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള വളരെ സംഘടിതമായ നീക്കങ്ങൾ ഈ മയക്കുമരുന്നുകളിലൂടെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. ഇപ്പം അഫ്ഗാനിസ്ഥാനിലെ താലിബാനികൾ, അവരുടെ ഏറ്റവും വലിയ വരുമാന മാർഗം തന്നെ മയക്കുമരുന്ന് ഉൽപ്പാദനമാണ് എന്ന്, അതൊരു രാജ്യം തന്നെ ഇത് ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുകയാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അമ്പരന്ന് പോവുകയാണ്. ഇതെങ്ങോട്ടാണ് ഈ ലോകം പോകുന്നത്? അത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകളുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ കൊച്ചു ഗ്രാമങ്ങളിൽ പോലും എത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇതിൻ്റെ വിതരണക്കാർക്ക് ഈ ഒരു തീവ്രവാദത്തിൻ്റെ വലിയ പ്രശ്നം അറിഞ്ഞുകൊണ്ട് അവർ ചെയ്യുന്നതായിരിക്കില്ല. അവർ താൽക്കാലികമായി എന്തെങ്കിലും സാമ്പത്തിക ലാഭം പ്രമാണിച്ച് ചെയ്യുന്നതാകാം. പക്ഷേ ഇതിൻ്റെ വേരുകൾ തേടി തേടി എത്തുമ്പോൾ അത് ചെന്നെത്തുന്നത് ഇപ്രകാരമുള്ള അന്താരാഷ്ട്ര വേരുകളുള്ള തീവ്രവാദ സംഘങ്ങളിലാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെയും യുവജനങ്ങളെയും പൊതുസമൂഹത്തെയും ഈ ഒരു വലിയ ദുരന്തത്തെക്കുറിച്ച് ബോധവൽക്കരിക്കേണ്ടതുണ്ട്. കുഞ്ഞുങ്ങൾ കഴിക്കുന്ന മിഠായിയിലാകാം, അതല്ല എങ്കിൽ അവർ കഴിക്കുന്ന ഐസ്ക്രീമിലാകാം, അവർ കഴിക്കുന്ന ശീതളപാനീയങ്ങളിലൂടെ ഒക്കെ അവരെ അടിമകളാക്കുന്ന, വരും തലമുറയ്ക്ക് ജന്മം നൽകാൻ കഴിവില്ലാത്ത വിധത്തിൽ യുവജനങ്ങളെ ഷണ്ഡന്മാരാക്കി കളയുന്ന മയക്കുമരുന്നുകളിലൂടെ ചില സമുദായങ്ങളെയൊക്കെ ഇല്ലാതാക്കാൻ പരിശ്രമങ്ങൾ നടക്കുന്നു എന്നൊക്കെ ഉത്തരവാദപ്പെട്ടവർ തന്നെ പഠനങ്ങൾ നടത്തി പറയുമ്പോൾ നമ്മൾ ശരിക്കും ഭയപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇത് ഇത്രമേൽ വിപുലമായൊരു ശൃംഖലയായതുകൊണ്ട് രാജ്യത്തിൻ്റെ ഉത്തരവാദിത്വമാണ് പൗരന്മാരെ ഇത്തരത്തിലുള്ള
കെണികളിൽ നിന്ന് സംരക്ഷിക്കുക എന്നുള്ളത് സഭയ്ക്ക് ബോധവൽക്കരണത്തിലൂടെ ഈ കാര്യത്തിൽ പല രംഗങ്ങളിലും സർക്കാരിനെ സഹായിക്കാൻ സാധിക്കും. പിന്നെ ഒരു കാര്യം കൂടി, നമ്മുടെ സഭ നേരിടുന്ന മറ്റൊരു പ്രതിസന്ധിയാണ് ഈ ജനസംഖ്യ നമ്മുടെ വളരെ അപകടകരമായ രീതിയിൽ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ യുവജനങ്ങൾ പലരും കേരളത്തിൽ നിൽക്കുന്നില്ല. അവർ ജോലിയും അല്ലെങ്കിൽ പഠന ആവശ്യങ്ങളൊക്കെ മറ്റ് രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നു. നമ്മുടെ പല വീടുകളും വലിയ വീടുകൾ പണിതുയർത്തുന്നു, പക്ഷേ അതിൽ താമസിക്കുന്ന ഒരു വൃദ്ധരായ മാതാപിതാക്കളാണ്. ഇത് സഭ നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയല്ലേ? യെസ്, തീർച്ചയായും നമ്മുടെ കുടുംബങ്ങളിലെ ജനന നിരക്ക് ക്രമാതീതമായി കുറയുന്നു. നമ്മുടെ ജനന നിരക്ക് എന്ന് പറയുന്നത് 1.2 ആണ് എന്ന് നമ്മളാരും പറഞ്ഞതല്ല, സർക്കാരിൻ്റെ ഡെമോഗ്രാഫിക് സെൻസസിലൂടെ നമ്മൾക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. 1.2 ആയിട്ട് ഒരു സമുദായത്തിന് ഉള്ള അംഗങ്ങളായിട്ട് പോലും നിലനിൽക്കാൻ പറ്റിയല്ല. അവരുടെ എണ്ണം ക്രമാതീതമായി കുറഞ്ഞു പോവുകയും പാഴ്സി സിൻഡ്രം പോലെ നമ്മുടെ സഭയിൽ ഈ പ്രശ്നം തുടരുകയും ചെയ്യുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് കത്തോലിക്ക സഭാ നേതൃത്വം കുഞ്ഞുങ്ങളുടെ എണ്ണത്തെക്കുറിച്ച് ദമ്പതികൾ പുനർവിചിന്തനത്തിന് തയ്യാറാകണം എന്ന് പറയുന്നത്. ഇതേക്കുറിച്ചുള്ള സഭയുടെ നിലപാട് നിങ്ങൾ 10 മക്കളെ ജനിപ്പിക്കണം, 15 മക്കളെ ജനിപ്പിക്കണമെന്നൊന്നുമല്ല. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ വളരെ കൃത്യതയോടെ പറഞ്ഞിട്ടുണ്ട്, ഉത്തരവാദിത്വമുള്ള മാതൃത്വവും പിതൃത്വവും, റെസ്പോൺസിബിൾ പേരൻറ്റ്ഹുഡ്. അതായത് എത്ര കുഞ്ഞുങ്ങളെ ജനിപ്പിച്ച് മനുഷ്യോചിതമായി ആരോഗ്യകരമായി വളർത്തുവാൻ തക്ക ആരോഗ്യവും സാഹചര്യവും ദമ്പതികൾക്കുണ്ടോ അത്രയും മക്കളെ അവർ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കണം. അല്പം കൂടി ആത്മീയമായി പറഞ്ഞാൽ, ഒരു കുടുംബത്തിൻ്റെ സുസ്ഥിതിക്ക് എത്ര മക്കൾ ആവശ്യമുണ്ട് എന്ന് ദൈവം നിശ്ചയിച്ചു വച്ചിട്ടുണ്ട്. ആ ഒരു കുടുംബം ഭദ്രതയോടെ മുന്നോട്ട് പോകുന്നതിന് 3 മക്കളാണ് ദൈവത്തിൻ്റെ പദ്ധതിയിലെങ്കിൽ ദൈവം ആ കുടുംബത്തിൽ 3 മക്കളെ തരും. ആ 3 പേരെയും സ്വീകരിക്കണം. ഒരു കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്ക് 5 മക്കൾ ആവശ്യമാണ്, 7 മക്കൾ ആവശ്യമാണ് എന്ന് ദൈവം കരുതുന്നെങ്കിൽ അത്രയും മക്കളെ ദൈവം അവിടെ തരുന്നു. അതിനെ സ്വീകരിക്കുക. മക്കളെ ദൈവകരങ്ങളിൽ നിന്നുള്ള സമ്മാനമായി സ്വീകരിക്കുക എന്നുള്ളതാണ് കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിൻ്റെ ദർശനം എന്ന് പറയും. അല്ലാതെ രാജ്യത്തിൻ്റെ ജനസംഖ്യാ നിയന്ത്രണത്തിനെതിരായ പോരാട്ടമൊന്നുമല്ല നമ്മളാരും നടത്തുന്നത്. അത് അങ്ങനെ പോരാടുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ ജനസംഖ്യ ക്രമാതീതമായി കുറഞ്ഞു പോകുന്നത്. ഈ സമുദായത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള കുഞ്ഞുങ്ങൾ ഈ സമുദായത്തിൽ ജനിക്കണം എന്നാഗ്രഹിക്കുന്നതും അത് പഠിപ്പിക്കുന്നതും അത് ദൈവീക പദ്ധതിയുടെ ഭാഗമാണ് എന്ന് വിശ്വസിക്കുന്നതും അത് വിശ്വാസത്തിൻ്റെ ഭാഗം തന്നെയായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ നമ്മുടെ വിവാഹപ്രായം ക്രമാതീതമായി ഉയർന്നുപോയി. സാധാരണ 21 വയസ്സും 18 വയസ്സുമായിട്ട് രാജ്യത്ത് വിവാഹപ്രായം നിശ്ചയിച്ചപ്പോൾ കത്തോലിക്ക സഭയിലെ പുരുഷന്മാരുടെ വിവാഹപ്രായം 30-ന് മുകളിലാണ്. പെൺകുട്ടികളുടേത് ഒരു 27-28 വയസ്സ് എന്നുള്ളതാണ്. ഫലത്തിൽ സംഭവിക്കുന്നത് 18 വയസ്സിൽ 21 വയസ്സിൽ കല്യാണം കഴിക്കുന്ന സമുദായങ്ങളുമായിട്ട് താരതമ്യം ചെയ്താൽ അവർക്ക് 3 തലമുറകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് വെറും 2 തലമുറയോ അല്ലെങ്കിൽ 1.5 തലമുറ വരെ ഉണ്ടാകുന്നുള്ളൂ എന്നുള്ള, അതും ജനസംഖ്യയിൽ വലിയ കുറവ് വരുത്തുന്നതിന് നിമിത്തമായിട്ടുണ്ട്. വിദേശങ്ങളിലേക്ക് നമ്മുടെ ആളുകൾ കയറിപ്പോകുന്നത് അതിനെക്കുറിച്ച് നമുക്ക് സങ്കടപ്പെടേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവരെവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ, വലയെന്ന് പോയാലും കുളത്തിലുണ്ടല്ലോ. സഭ സാർവത്രികമായതുകൊണ്ട് ആ മക്കൾ അവിടെയും അവരുടെ വിശ്വാസ ജീവിതം തുടരട്ടെ. കാരണം നമുക്കെല്ലാവരും ഇവിടെ പിടിച്ചു നിർത്തിയാൽ അവർക്ക് കൊടുക്കാനുള്ള ജോലിയില്ല, മനുഷ്യോചിതമായി ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ നൽകാൻ ഇനിയും നമ്മുടെ രാജ്യം വളർന്നിട്ടില്ല. സാവകാശം ഞാൻ വിചാരിക്കുന്ന ഒരു 10-25 കൊല്ലങ്ങൾക്ക് ശേഷം നമ്മുടെ രാജ്യം ഏതൊരു വികസിത രാജ്യത്തിനും മുമ്പിലെത്തുമ്പോൾ സമാനമായൊരൊഴുക്ക് ഇന്ത്യയിലേക്ക് സംഭവിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് താൽക്കാലികമായി നമ്മുടെ മക്കൾ വിദേശത്ത് പോയി സെറ്റിൽ ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ ആശങ്കപ്പെടേണ്ടതില്ല. പക്ഷേ മാതാപിതാക്കളെക്കുറിച്ച് കരുതൽ നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പം പലപ്പോഴും 2 പേര് മാത്രമായിട്ട്, അല്ലെങ്കിൽ അമ്മ മരിച്ചുപോയി അപ്പൻ തന്നെ ജീവിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഒക്കെയും വലിയ സാമൂഹിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഈ മക്കൾക്ക് മാതാപിതാക്കളോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല,
ഇവർക്ക് വിദേശത്ത് അവരുടെ കൂടെ പോയി താമസിക്കാൻ പറ്റുന്നൊരു മനസ്ഥിതി അല്ല ഉള്ളത്. അതുപോലെ തന്നെ ഈ മക്കൾ അവിടെയായി, അവരുടെ ജോലിയായി, അവരുടെ മക്കൾ അവിടെ വിദ്യാഭ്യാസം തുടങ്ങി അവർക്ക് ഇങ്ങോട്ട് എല്ലാം ഇട്ടെറിഞ്ഞേച്ച് പോരണമെന്ന് വിചാരിച്ചാൽ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. എനിക്ക് തോന്നുന്നു അത്തരം സാഹചര്യങ്ങളിൽ സഭയാകുന്ന അമ്മയ്ക്ക് ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയ മാതാപിതാക്കളെ വിദേശത്തായിരിക്കുന്ന മക്കളുടെ സഹായത്തോടുകൂടി, ഒരു ഓർഫനേജ് സംവിധാനമല്ല ഞാൻ പറയുന്നത്, മറിച്ച് അവർക്ക് അവരുടെ ജീവിത നിലവാരത്തിനനുസരിച്ച് ജീവിക്കാൻ പോരുന്ന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന പുതിയ അജപാലന വേദികൾ ഇവിടെ രൂപപ്പെട്ടു വരേണ്ടതുണ്ട് എന്നാണ് ഞാൻ. പിതാവെ, അവസാനത്തെ ചോദ്യം, തലശ്ശേരി അതിരൂപതയെക്കുറിച്ചുള്ള പിതാവിൻ്റെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? തലശ്ശേരി അതിരൂപതയെക്കുറിച്ചുള്ള സ്വപ്നം, തലശ്ശേരി അതിരൂപതയ്ക്ക് മഹത്തായ ഒരു പാരമ്പര്യമുണ്ട്. അഭിവന്യ സെബാസ്റ്റ്യൻ വള്ളൂപ്പള്ളി പിതാവ്, തുടർന്ന് അഭിവന്യ ജോർജ് വലിയമറ്റം പിതാവ്, തുടർന്ന് ജോർജ് ഞർലക്കാട്ട് പിതാവ്. ഈ 3 പിതാമഹന്മാരുടെ പൈതൃകം തുടരുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. കാരണം അവർ നടത്തുന്ന വഴികൾ അത്രയും പ്രകാശപൂർണമായ വഴികളായിരുന്നു. അവർ ദൈവജനത്തെ നയിച്ച ശൈലി ഏറ്റവും മാതൃകാപരമായ ശൈലിയായിരുന്നു. ആ ഒരു ശൈലിയിൽ എൻ്റെയും ഇടയ ശുശ്രൂഷ ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുക. നമ്മുടെ ഈ തലശ്ശേരി അതിരൂപതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇതൊരു കുടിയേറ്റ ജനതയാണ്. ഇതിലെ 100% ആളുകൾ തിരുവിതാംകൂറിൽ നിന്ന് പല കാലങ്ങളിലായി മലബാറിലേക്ക് കുടിയേറി പാർത്ത ജനതയാണിത്. ഇതിൽ നിന്ന് വന്ന മക്കളാണ് വാസ്തവത്തിൽ മാനന്തവാടി, തലശ്ശേരി, മാണ്ഡ്യ, ഭദ്രാവതി, ബൽത്തങ്ങാടി ഒക്കെയും. അതുകൊണ്ട് ആ ഒരു വലിയ കൂട്ടായ്മയുടെ ഭാഗമാണ് തലശ്ശേരി അതിരൂപത എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ ഞങ്ങൾ ശ്രദ്ധ കൊടുക്കണം എന്ന് ഞാൻ വിചാരിക്കുന്ന ഒന്നാമത്തെ കാര്യം നമ്മുടെ കുടുംബങ്ങളുടെ വിശുദ്ധീകരണമാണ്. കുടുംബങ്ങൾ ഭദ്രമായെങ്കിൽ മാത്രമേ നമ്മുടെ സഭ ശക്തമാണ് എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് കുടുംബങ്ങളുടെ വിശുദ്ധീകരണത്തിന് 1ാം സ്ഥാനം നൽകണമെന്നും, തുടർന്ന് നമ്മുടെ സമുദായത്തെ ശക്തിപ്പെടുത്തുന്നതിന് എന്ന് പറഞ്ഞാൽ, സമുദായത്തിന് എല്ലാവരും തന്നെ കർഷകരായിരിക്കുന്ന അവരെ അഭിമുഖീകരിക്കുന്ന ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. പകലന്തിയോളം പണിയെടുത്ത് അവന് ഉപജീവനത്തിന് വഴിയില്ലാതെ കടക്കെണിയിൽപ്പെട്ട് നട്ടം തിരിയുകയാണ്. അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ലാത്ത സാഹചര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ കർഷകരെ കൂടുതലായി സംഘടിപ്പിച്ചുകൊണ്ട് മൂല്യവർദ്ധിത വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന യൂണിറ്റുകൾ വിവിധ ദേശങ്ങളിൽ സ്ഥാപിച്ചുകൊണ്ട് കർഷകന് അവൻ്റെ അധ്വാനത്തിന് ആനുപാതികമായ പ്രതിഫലം കിട്ടുന്ന ഒരു സാഹചര്യം രൂപപ്പെടുത്തുക എന്നുള്ളത് ഞങ്ങളുടെ വലിയ സ്വപ്നമാണ്. ആ സ്വപ്നത്തിലേക്ക് ഏതാനും ചുവടുകൾ വയ്ക്കാൻ ഇതിനോടകം ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും ആ ചുവടുകളെയൊക്കെയും ലക്ഷ്യത്തിലെത്തിക്കുക എന്നുള്ളത് ഈ അതിരൂപതയിലെ മുഴുവൻ കർഷകരുടെയും ഒരു കൂട്ടായ വികാരവും സ്വപ്നവുമാണ്. അതിൻ്റെ ഒപ്പം നിൽക്കാനും അവരോടൊപ്പം നടക്കാനും എനിക്ക് വളരെയേറെ താല്പര്യമാണ്. അതുപോലെ തന്നെ തലശ്ശേരി അതിരൂപതയിലെ വൈദികർ ഈ കേരള സഭയിലെ തന്നെ ഏറ്റവും കെട്ടുറപ്പുള്ള മാതൃകാപരമായ സഭാ ശുശ്രൂഷ ചെയ്യുന്ന വൈദികരാണ്. അവരുടെ ആ കൂട്ടായ്മയുടെ പിൻബലത്തിൽ ഈ പറഞ്ഞ ലക്ഷ്യങ്ങളിലേക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സഭയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ, സഭ നേരിടുന്ന പ്രതിസന്ധികൾ, അവയ്ക്കുള്ള പരിഹാര മാർഗങ്ങൾ എന്നിവയെപ്പറ്റി കാലോചിതമായ വ്യക്തവും ശക്തവുമായ ആശയങ്ങളും മാർഗനിർദ്ദേശങ്ങളുമാണ് പാമ്പ്ളാനി പിതാവ് ഈ പ്രോഗ്രാമിൽ പങ്കുവച്ചത്. പിതാവെ, അങ്ങയുടെ വിലയേറിയ സമയം ഷെക്കേന ന്യൂസുമായി പങ്കുവച്ചതിന് അങ്ങേക്ക് പ്രത്യേകം നന്ദി. അതോടൊപ്പം തന്നെ അങ്ങ് ഏറ്റെടുക്കാൻ പോകുന്ന ആ ഒരു വലിയ ദൗത്യത്തിന് ഒരിക്കൽ കൂടി എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും നേരുകയാണ്. താങ്ക് യു പിതാവെ.